ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് ഈ രാജ്യത്തെ മികച്ച സർവകലാശാലകളിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നതായിരിക്കും അല്ലെ. സോ CUET UG PG പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് പരീക്ഷ എടുത്ത് ഈ ഒരു സമയത്ത് തന്നെ പ്രഗത്ഭരായ ഒരു കൂട്ടം ആളുകളിൽ നിന്ന് കൃത്യമായ ഗൈഡൻസ് കിട്ടിയാലോ? അപ്പോൾ പ്രമുഖ കേന്ദ്ര സർവകലാശാലകളിലെ മലയാളി പ്രൊഫസർമാരും വിദ്യാർത്ഥി പ്രതിനിധികളും പഠനം പൂർത്തിയാക്കി വിവിധ മേഖലകളിൽ എത്തിച്ചേർന്നവരുമായിട്ട് പങ്കെടുക്കുന്ന കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേൻക്ലേവ് ഇന്ന് ആരംഭിക്കുകയാണ്. കണ്ടക്ട് ചെയ്യുന്നത് മെന്റർ ആണ്. ഓക്കെ, സോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും എന്ന് വിചാരിക്കുകയാണ്. സോ ദിസ് ഇസ് എ പ്ലാറ്റ്ഫോം വെർ യു ഷുഡ് യൂസ് പ്രോപ്പർലി, വെർ യു ക്യാൻ യൂട്ടിലൈസ് പ്രോപ്പർലി. ബിക്കോസ് ആഫ്റ്റർ ഈ ഒരു സെഷന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു ത്രിദിന കോൺക്ലേവിന് ശേഷം നിങ്ങൾക്ക് വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ കുറിച്ചുള്ള ഇൻസൈറ്റും അതുപോലെ തന്നെ അക്കാഡമിക് എക്സ്പോഷറിനെ കുറിച്ചും സാധ്യതകളെ കുറിച്ചും ഒരുപാട് മനസ്സിലാക്കാനും ഒക്കെ പറ്റും. അതുകൊണ്ട് തന്നെ മികച്ച ഓപ്ഷൻസ് അല്ലെങ്കിൽ നല്ലൊരു ഒബ്ജക്റ്റീവ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോ ഇന്നത്തെ ഈ ഒരു അതായത് ഡിസംബർ 20, 21, 22 തീയതികളിലായിട്ട് മെന്റർ സംഘടിപ്പിക്കുന്ന ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി എഡ്യൂ കോൺക്ലേവിന്റെ ഇന്നത്തെ ഈ ഒരു ആദ്യ ദിനത്തെ സെഷൻ എന്ന് പറയുന്നത് സ്ട്രേറ്റ് ഫ്രം പ്രൊഫസർ എന്നുള്ളതാണ്. So here we have 3 prominent faculties to take you through different universities. Okay. അപ്പോൾ തങ്ങളുടെ തിരകളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി വിവിധ യൂണിവേഴ്സിറ്റികളെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ 3 എമിനന്റ് പ്രൊഫസേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് വൈകാതെ തന്നെ ആരംഭിക്കാം. പിന്നെ പ്രത്യേകം മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ ഉണ്ടായിരിക്കുന്നതല്ല. ഇത് പ്രോഗ്രാമിന്റെ അവസാന ദിവസമായിട്ടുള്ള 22nd ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻസ് ഉണ്ടായിരിക്കാം. കാരണം ഈ ടൈമിന്റെ ഒരു ചെറിയ ഇഷ്യൂ ഉള്ളത് കാരണമാണ്. അപ്പൊ എല്ലാവരും സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോ അധികം വൈകാതെ തന്നെ ലെറ്റ്സ് ഡൈവ് ഇൻ ടു ടുഡേയ്സ് പ്രോഗ്രാം സ്ട്രേറ്റ് ഫ്രം പ്രൊഫസർ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഗൈസ്. സോ ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ ആദ്യമായിട്ട് നമ്മളോട് സംവദിക്കാൻ എത്തുന്നത് വൈ ഡൽഹി യൂണിവേഴ്സിറ്റി അക്കാഡമിക്സ് എക്സ്പോഷർ ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. സോ ലെറ്റ്സ് ഇൻവൈറ്റ് Abdullah Abdul Hamid sir, who is an assistant professor in Department of English in Zakir Hussain College, University of Delhi. So over to you, sir. I think I'm audible, right? Yeah, am I audible? Yes, sir, you're audible. And visible. Let me just turn on the camera also. I'm visible now, am I? Or aren't I? No, sir. Yeah, I think. Okay, I think the camera is on. Shuaib, I think you can pin that chat, right? Okay, let me check. Yeah, I'm visible now, right? Yes, sir. You're visible. Yeah, I can pin from my side. I hope I am visible and audible. Good evening, everyone. Should I stick to English or how would you like to go about it? Malayalam or English? ഏതായാലും പ്രശ്നമില്ല. എങ്ങനെയാണ് ഓഡിയൻസ് ഉള്ളത് അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. If you want it in Malayalam. Okay, Malayalam. Sir, Malayalam will be convenient for all. Malayali audience ആയതുകൊണ്ട്. Okay, you can use a blend of two. Good to go. So good evening, everyone. Already 8:05 ആയിരിക്കുന്നു. 5 മിനിറ്റ് നമ്മൾ പാസ് ahead of our time ആണ്. Basically ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് why Delhi University academics opportunities and the courses. So Delhi University എന്തിനാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്? കാരണം ഇപ്പം പർട്ടിക്കുലർലി CUET ആണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലെയും മറ്റൊരുപാട് യൂണിവേഴ്സിറ്റിയിലെ 200+ യൂണിവേഴ്സിറ്റീസിലെ അണ്ടർ ഗ്രാജുവേറ്റ് അഡ്മിഷന് ഇപ്രാവശ്യം കഴിഞ്ഞ 2-3 വർഷമായിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ് ആയിരുന്നു ആദ്യം നടത്തിയിരുന്നത്. പിന്നീട് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് അഥവാ CUET. ഈ CUET വെച്ചിട്ടാണ് എക്സാം നടക്കുക, എൻട്രൻസ് നടക്കുക. അതിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ ഉണ്ടാവുക. അതിപ്പം 54 സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ മാത്രമല്ല, മറ്റ് പല സെൻട്രൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലൊക്കെ ഇപ്പം കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് അഥവാ CUET സ്കോർ അനുസരിച്ചിട്ടാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. So that's one thing. CUET is an open window for admission into nearly 200+ universities, particularly in the undergraduate courses.
ഇതിൽ ഡൽഹി യൂണിവേഴ്സിറ്റി എന്തുകൊണ്ട് എന്നുള്ളതിന് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡൽഹി യൂണിവേഴ്സിറ്റിയാണ് ഏറ്റവും കൂടുതൽ അണ്ടർ ഗ്രാജുവേറ്റ് സീറ്റുകൾ ഉള്ള ഒറ്റ സെൻട്രൽ യൂണിവേഴ്സിറ്റി. കാരണം ഡൽഹി യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്നത് ഓക്സ്ബ്രിഡ്ജ് സിസ്റ്റത്തിലാണ്, അഥവാ ഓക്സ്ഫോർഡ് കാംബ്രിഡ്ജ് സിസ്റ്റം, വേർ യു ഡോണ്ട് ഹാവ് എൻ അഫിലിയേറ്റിംഗ് കോളേജ് സിസ്റ്റം. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് അഫിലിയേറ്റിംഗ് കോളേജുകളാണ്. ഓട്ടോണമസ് കോളേജുകളായാലും എയ്ഡഡ് കോളേജുകളായാലും ഗവൺമെന്റ് കോളേജുകളായാലും അല്ല സെൽഫ് ഫൈനാൻസ് കോളേജുകളായാലും ഈ കോളേജുകളൊക്കെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റഡ് ആയിരിക്കും. അവർക്ക് അഫിലിയേഷൻ മാറ്റിക്കൊണ്ടിരിക്കാം, വേറെ യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ പോവാം. പക്ഷേ യൂഷ്വലി ഒരു യൂണിവേഴ്സിറ്റിയുടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ ജൂറിസ്ഡിക്ഷണൽ ഏരിയയിലുള്ള എല്ലാ കോളേജുകളും ആ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റഡ് ആയിരിക്കും. പക്ഷേ ഡൽഹി യൂണിവേഴ്സിറ്റി സിസ്റ്റം അഫിലിയേറ്റഡ് സിസ്റ്റം അല്ല. ഡൽഹി യൂണിവേഴ്സിറ്റി സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് കോളേജ് സിസ്റ്റമാണ്. ദർ ഇസ് നോ അഫിലിയേറ്റഡ് കോളേജ് സിസ്റ്റം, ദർ ഇസ് എ കോൺസ്റ്റിറ്റ്യൂവന്റ് കോളേജ് സിസ്റ്റം. എന്ന് പറഞ്ഞാൽ യു ആർ a student of the university and the college at the same time. അഥവാ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ, അപ്പം മിറാൻഡ ഹൗസ് എന്ന കോളേജിലാണ് നിങ്ങൾ സ്റ്റുഡന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ മിറാൻഡ ഹൗസിന്റെ ID കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഏത് ലൈബ്രറിയിലും ഏത് ഡിപ്പാർട്ട്മെന്റിലും പ്രവേശിക്കാം. ഡൽഹി യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന ഏത് ഫെസിലിറ്റിയും നിങ്ങൾക്ക് ആ ഒരു കോളേജ് ID കാർഡ് വെച്ചിട്ട് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഏത് കോളേജ് ക്യാമ്പസിലും നടക്കുന്ന പ്രോഗ്രാംസിലും മറ്റ് കോമ്പറ്റീറ്റീവ് ഐറ്റംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജിന്റെ ID കാർഡ് വെച്ചിട്ട് നേരിട്ട് പോകുന്നതാണ്. ബിക്കോസ് യു ഹാവ് ഫ്രീ ആക്സസ് അക്രോസ് ഡൽഹി യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് പ്രധാനമായിട്ടും 3 ക്യാമ്പസുകളുണ്ട്: നോർത്ത്, സൗത്ത് ആൻഡ് സെൻട്രൽ ക്യാമ്പസ്, മിഡിൽ ക്യാമ്പസ്. സോ ഇതിൽ എല്ലാ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ ഒരു സിംഗിൾ കോമ്പൗണ്ട് ക്യാമ്പസ് അല്ല, സ്പ്രെഡ് ഔട്ട് ആണ്. ഒരു ഏരിയയിൽ മൊത്തം ഒരുപാട് കോളേജുകൾ, ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ സ്പ്രെഡ് ഔട്ട് ആണ്. അതിപ്പം നിങ്ങൾ സ്റ്റുഡൻസുമായിട്ട് സംവദിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ അതിൽ വ്യക്തമാണ്. സോ ഫസ്റ്റ് തിങ് ഈസ് ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂവന്റ് കോളേജ് സിസ്റ്റം. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ടോട്ടലായിട്ട് 91 കോളേജുകളാണുള്ളത്. 91 കോൺസ്റ്റിറ്റ്യൂവന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണുള്ളത്. അതിൽ കോളേജുകളുണ്ട്, അതിൽ നഴ്സിംഗ് കോളേജുകളുണ്ട്, അതിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുണ്ട്, അതിൽ മെഡിക്കൽ കോളേജുകളുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ ഔട്ട് ഓഫ് 91 കോളേജുകളിൽ CUET-യിൽ വരുന്നത് 64 കോളേജുകളാണ്. 64 കോളേജുകളിലാണ് CUET-യിൽ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകൾക്ക് അഡ്മിഷൻ നൽകുന്നത്, CUET ബേസ്ഡ്. അതോടൊപ്പം തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ മൈനോറിറ്റി കോളേജുകളുണ്ട്. അവര് കൈൻഡ് ഓഫ് ദേ ആർ ലൈക്ക് സോർട്ട് ഓഫ് ഓട്ടോണമസ് കോളേജ്. അവർക്ക് ഇപ്പൊ സെന്റ് സ്റ്റീഫൻ പോലുള്ള കോളേജുകൾ they don't always follow the university admission procedure. They have their own admission procedure. അവർ ഒരു പക്ഷേ ചിലപ്പോൾ അവർ CUET സ്കോറുകൾ അംഗീകരിക്കും, ചിലപ്പോൾ അവർ CUET സ്കോർ അംഗീകരിക്കില്ല. അവരുടേതായ ഇന്റർവ്യൂ എൻട്രൻസ് കണ്ടക്ട് ചെയ്യും. സോ അങ്ങനെ സെൽഫ് ഓട്ടോണമിയുള്ള കുറച്ച് കോളേജുകൾ ഡൽഹി യൂണിവേഴ്സിറ്റി ഉണ്ട്. പക്ഷെ 64 കോളേജുകൾ CUET വഴിയാണ് അഡ്മിഷൻ കൊടുക്കുക. സോ ഈ 64 കോളേജുകൾ CUET വഴി അഡ്മിഷൻ കൊടുക്കുമ്പോൾ ഏതാണ്ട് 60,000 മുതൽ 70,000 വരെ, ഏതാണ്ട് 65,000 to 70,000, 65,000 മുതൽ 70,000 വരെയുള്ള ടോട്ടൽ സീറ്റുകളാണ് അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകൾക്കായിട്ട് CUET വഴി ഡൽഹി യൂണിവേഴ്സിറ്റിയിലുള്ളത്. അഥവാ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അണ്ടർ ഗ്രാജുവേറ്റ് സീറ്റുകൾ ഓഫർ ചെയ്യുന്ന, അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. അതുകൊണ്ട് ഇപ്പം ഫോർ ഇൻസ്റ്റൻസ് ജാമിയ മില്ലിയ ഇസ്ലാമിയ, അവിടെ BA ഇംഗ്ലീഷ് ഉണ്ട്. JNUവിൽ BA ഇംഗ്ലീഷ് ഇല്ല, പക്ഷെ ജാമിയയിൽ BA ഇംഗ്ലീഷ് ഉണ്ട്. ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ BA ഇംഗ്ലീഷിന് 50-60 സീറ്റുകൾ ഉണ്ടാവും അറ്റ് മാക്സ്. ജാമിയ മില്ലിയ ഇസ്ലാമിയ ഇന്ത്യയിൽ തന്നെ ഒരു ടോപ്പ് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. NIRF റാങ്ക് നമ്പർ 1 പലവട്ടം കിട്ടിയ യൂണിവേഴ്സിറ്റിയാണ്. പക്ഷെ അവിടെ 60 സീറ്റുകളായിരിക്കും BA ഇംഗ്ലീഷിന് ഉണ്ടാവുക. സിംഗിൾ ഡിപ്പാർട്ട്മെന്റ്, സിംഗിൾ ക്യാമ്പസ്, സിംഗിൾ കോഴ്സ്, സിംഗിൾ ബാച്ച്. അതേസമയം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ 3000-ലധികം സീറ്റുകളാണ് BA ഇംഗ്ലീഷിനുള്ളത്, BA ഓണേഴ്സ് ഇംഗ്ലീഷിനുള്ളത്. സോ ദ നമ്പർ multiplies by around 50 times. So that is the scope here. ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഇന്ത്യയിൽ ഏത് അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് എടുത്താലും ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഓഫർ ചെയ്യുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അഡ്മിഷനുള്ള സ്കോപ്പ്, ചാൻസ് കൂടുതലാണ്. The rate of admission is higher in any competition because the number of seats are higher. അത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ
ഒരു പ്രധാന സ്കോപ്പ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കുള്ളത്. അപ്പൊ നിങ്ങൾ മറ്റുള്ള ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റി എടുത്താലും ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പോകുമ്പോൾ നമ്പർ ഓഫ് സീറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നിങ്ങൾ CUET-യിൽ 90% അബോവ് മാർക്ക് ഉണ്ടെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി ശ്രമിക്കേണ്ടതുള്ളൂ. ബിക്കോസ് ആ ഒരു റേഞ്ചിൽ ഔട്ട് ഓഫ് 700 ഒരു 650 റേഞ്ചിൽ അബോവ് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യണം. 90 അബോവ് ആണ് മോസ്റ്റ് ഡൽഹി യൂണിവേഴ്സിറ്റി കോളേജുകൾ. മോസ്റ്റ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുകൾ 90 അബോവ് പെർസെൻറ്റേജിലാണ്. മുമ്പ് മാർക്ക് അടിസ്ഥാനത്തിലായിരിക്കുമ്പോഴും ഇപ്പോൾ CUET അടിസ്ഥാനത്തിലും ഇറ്റ്സ് ഓൾവേസ് 90 അബോവ്. പിന്നെ റിസർവേഷൻ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള ലോവർ കട്ട് ഓഫുകളും റിലാക്സേഷൻ ഒക്കെ ഉണ്ട്. അത് വെൻ ദ അഡ്മിഷൻ ഷെഡ്യൂൾ കംസ് ഔട്ട് പിന്നെ എല്ലാം വിശദമായിട്ട് യൂണിവേഴ്സിറ്റി അതിനെ പറ്റിയിട്ട് ഇൻഫർമേഷൻ ഓരോ കോളേജും യൂണിവേഴ്സിറ്റിയിൽ ഓരോ കോളേജും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ഓഫും അതിൻ്റെ ഡീറ്റെയിൽസും പുറത്തുവിടും. പക്ഷേ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡൽഹി യൂണിവേഴ്സിറ്റിയാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ ദ കാൻഡിഡേറ്റ് മസ്റ്റ് സ്കോർ 90% above CUET score. There's no doubt about it. പിന്നെ CUET സ്കോറിൽ ഒരു സീറ്റിന് 2-3 സ്റ്റുഡൻസ് CUET സ്കോറിന് ഒരു ക്ലാഷ് ആവുകയാണെങ്കിൽ അവർ +2 അല്ലെങ്കിൽ 12th ക്ലാസ്സിലെ പെർസെൻറ്റേജ് ഓഫ് മാർക്സ് നോക്കും. പക്ഷെ അതും 90 അബോവ് ഉണ്ടായിരിക്കണം. കാരണം യൂഷ്വലി ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഒരു അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ 98-99% കൂടുതൽ സീറ്റുകളും അഡ്മിഷൻ ആവുന്നത്. സോ അതൊരു കാര്യമാണ്. സോ ദാറ്റ്സ് പോയിന്റ് 1 നിങ്ങൾക്ക് പറയാനുള്ളത്. സെക്കൻഡ്, ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ ഒരു ഗുണം ഇറ്റ്സ് എ സെൻട്രൽ യൂണിവേഴ്സിറ്റി. സോ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ അപ്പോയിന്റ്മെന്റിലും ഇൻഫ്രാസ്ട്രക്ചറിലും അതേപോലെ തന്നെ കോഴ്സ് കരിക്കുലത്തിലൊക്കെയുള്ള ഒരു ക്വാളിറ്റി, അതിൻ്റെ ഒരു എഫിഷ്യൻസിയും കോമ്പറ്റൻസും മറ്റ് യൂണിവേഴ്സിറ്റികളെ അപേക്ഷിച്ച് പർട്ടിക്കുലർലി നാട്ടിലൊക്കെയുള്ള കോളേജുകൾ യൂണിവേഴ്സിറ്റികളെ അപേക്ഷിച്ച് ഒരുപാട് ഹൈ അഡ്വാൻസ്ഡ് ആണ്. വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് കരിക്കുലം അതേപോലെ തന്നെ ഹൈലി കോമ്പറ്റന്റ് ആയ ടീച്ചേഴ്സും ആണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എക്സ്പെക്റ്റഡ്. സോ പൊതുവെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒരു ക്യാരക്ടറാണ്. പക്ഷെ ഡൽഹി യൂണിവേഴ്സിറ്റി ബീയിങ് വൺ ഓഫ് ദ ലീഡിംഗ് നാഷണൽ യൂണിവേഴ്സിറ്റീസ്, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ആ ഒരു എഡ്ജ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇത് സിറ്റിയാണ്, ഡൽഹിയാണ്. ഡൽഹി ഈസ് എ ഹബ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, ഡൽഹി ഈസ് എ ഹബ് ഓഫ് നെറ്റ്വർക്ക്സ്, ആക്സസ്. ഡൽഹിയിൽ വരുന്നതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് ആയിരിക്കും നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഈ 64 കോളേജുകളെയും അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ മറ്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളുടെയും ഫെസിലിറ്റീസും ലൈബ്രറീസ് ഒക്കെ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഡൽഹിയിലെ മറ്റ് ലൈബ്രറീസ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്, ഇപ്പം സാഹിത്യ അക്കാദമി ലൈബ്രറി ആയാലും നാഷണൽ ആർക്കൈവ്സ് ആയാലും നാഷണൽ ഹിസ്റ്ററി മ്യൂസിയംസ് ആയാലും ഡൽഹിയിലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും നിങ്ങൾക്ക് ആസ് എ സ്റ്റുഡൻറ് മെമ്പർ ആവാനും സ്റ്റുഡൻറ് മെമ്പർഷിപ്പ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ലൈബ്രറിയിലൊക്കെ സ്റ്റുഡൻറ് മെമ്പർഷിപ്പ് എടുക്കാനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ സാധിക്കും. മാത്രമല്ല ഡൽഹി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെ എംബസികളുള്ള ഒരു സ്പേസ് ആണ്. ഈ പല എംബസികളും പല കോഴ്സുകളും ഓഫർ ചെയ്യാറുണ്ട്, പല പ്രോഗ്രാംസ് ഓഫർ ചെയ്യാറുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ബീങ് ഇൻ ഡൽഹി. ദെൻ one more thing is it's a 4-year undergraduate system and ഡൽഹി യൂണിവേഴ്സിറ്റി ഈ വർഷമാണ്, അപ്പം അടുത്ത വർഷം മുതൽ ആദ്യത്തെ 4ാം വർഷം തുടങ്ങിയാണ്. സോ 4-year undergraduate program ഇപ്പോൾ നാട്ടിലൊക്കെ തുടങ്ങുകയാണ്. പക്ഷേ ഡൽഹി യൂണിവേഴ്സിറ്റി വിൽ ബി ദ ഫസ്റ്റ് വൺ ടു ബി കംപ്ലീറ്റിംഗ് 4-year undergraduate program. അതിന്റെ ഒരു എഡ്ജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫോറിൻ യൂണിവേഴ്സിറ്റീസിലൊക്കെ പോകാനുള്ള ഒരു സാധ്യത കുറച്ച് കൂടുതലാണ് ഡൽഹി യൂണിവേഴ്സിറ്റി ചെയ്താൽ. ആൻഡ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഒരു ഫാക്കൽറ്റി നിങ്ങൾക്ക് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ എഴുതുകയും അതേപോലെ തന്നെ നാട്ടിലെ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ എഴുതുകയും ചെയ്യുന്നതിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഫോറിൻ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആരാണ് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ എഴുതിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അഡ്മിഷൻ തരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അവിടുത്തെ ഡിപ്പാർട്ട്മെന്റുകൾ, അവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയർ നോക്കുന്നവർ ചെയ്യും. സോ ദാറ്റ്സ് പാർട്ട് ഓഫ് ദ യുവർ വാട്ട് യു കോൾ എലിജിബിലിറ്റി. സോ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റി മെമ്പേഴ്സ് ആണ് നിങ്ങൾക്ക് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ തരുന്നത്, നിങ്ങളെ പറ്റി നല്ല വാക്കുകൾ പറയുന്നെങ്കിൽ, നിങ്ങൾ അവരുടെ സ്റ്റുഡന്റ് ആയിരുന്നു പറയുന്നെങ്കിൽ, ദാറ്റ് ആഡ്സ് ടു യുവർ പ്രൊഫൈൽ whenever you go, not just for admission but also for job. So Delhi University എന്നുള്ളത് there are universities, private universities, even in Kerala private university ഉണ്ടാവും. കൂടുതൽ ഫെസിലിറ്റീസ് ഉള്ള ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പല കോളേജുകളെക്കാളും കൂടുതൽ ഫെസിലിറ്റീസ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് നാട്ടിലും മറ്റിടത്തും പലയിടത്തും ഉണ്ട്. പക്ഷേ ഡൽഹി യൂണിവേഴ്സിറ്റി ഈസ് എ ബ്രാൻഡ്.
യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ഓർ DU ഈസ് എ ബ്രാൻഡ്. ആ ബ്രാൻഡ് എന്നുള്ളത് ഒരു ഹൈ എൻഡ് ബ്രാൻഡാണ്. ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളെ അപേക്ഷിച്ചും ഡൽഹി യൂണിവേഴ്സിറ്റി എന്നുള്ളത് ഇപ്പൊ ജാമിയ, JNU, ഡൽഹി യൂണിവേഴ്സിറ്റി, അലിഗഡ്, ഹൈദരാബാദ്, ഈ ഒരു ടോപ്പ് 10 ബ്രാൻഡാണ്. ഈ ഒരു ടോപ്പ് 10 ബ്രാൻഡിൽ തന്നെ ഒരു ലീഡിംഗ് ബ്രാൻഡാണ് ഡൽഹി യൂണിവേഴ്സിറ്റി ബിക്കോസ് ഓഫ് ദ വാസ്റ്റ്നെസ്. ഒരു ഹ്യൂജ് സ്ട്രക്ചർ ആണ്. സാധാരണ ഒരു സിംഗിൾ ക്യാമ്പസ് ജാമിയ, JNU പോലുള്ള കോളേജ് ക്യാമ്പസ് അല്ല, ഒരു ഹ്യൂജ് സ്ട്രക്ചർ ആണ്. ഓക്സ്ബ്രിഡ്ജ് സിസ്റ്റം ആണ്, കോൺസ്റ്റിറ്റ്യൂഷൻ കോളേജ് സിസ്റ്റം ആണ്. അതുകൊണ്ട് ഒന്ന്, നമ്പർ ഓഫ് കോഴ്സസ് ഏറ്റവും കൂടുതലുള്ളതാണ്, ഹൈലി ക്വാളിഫൈഡ് ടീച്ചേഴ്സ് ആണ്, ഫാക്കൽറ്റി ആണ്, ഹൈ ആൻഡ് സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങൾക്ക് പലയിടത്തും കിട്ടും. അതോടൊപ്പം തന്നെ നോളജ് സീക്കിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അക്രോസ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ 64 കോളേജുകളുടെ ലൈബ്രറി നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. അതിൽ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വൺ ഓഫ് ദ ടോപ്പ് ആൻഡ് ഓൾഡസ്റ്റ് ലൈബ്രറീസ് ആയിരിക്കും സാക്കിർ ഹുസൈൻ ഡൽഹി കോളേജ് ലൈബ്രറി. ഏതാണ്ട് 100ഓളം വർഷം പഴക്കമുള്ള ലൈബ്രറീസ് ഉണ്ട്. അതുപോലെ ഒരുപാട് ലൈബ്രറീസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ആസ് എ കോളേജ് സ്റ്റുഡന്റ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആക്സസ് ചെയ്യാം, ഏത് ഡിപ്പാർട്ട്മെന്റ് ലൈബ്രറി ആക്സസ് ചെയ്യാം, സെൻട്രൽ ലൈബ്രറി ആക്സസ് ചെയ്യാം. ഇപ്പൊ നോളജ് ആക്സസ് എന്നുള്ളത് വലിയൊരു ആക്സസ് ആണ്. അതോടൊപ്പം തന്നെ മറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഞാൻ പറഞ്ഞ എംബസിയിലെ കോഴ്സുകൾ, അവരുടെ ഈവൻസ്, പിന്നെ ഡൽഹിയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്, മ്യൂസിയംസ് ആൻഡ് അതർ ലൈക്ക് IIC, IHC അതുപോലുള്ള മറ്റ് ഡൽഹി യൂണിവേഴ്സിറ്റി പുറത്തുള്ള ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. സോ ഈ ഒരു വൈഡർ സ്കോപ്പ് ആണ് പ്രധാനമായിട്ടും ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് സ്റ്റുഡൻസിനെ ആകർഷിക്കുന്നത്. One of the most important thing is it's a highly competitive exercise getting admission into Delhi University. കാരണം ഇന്ത്യയിലെ എല്ലാ സ്കൂളുകളിലും പഠിക്കുന്ന 11th 12th പഠിക്കുന്ന കുട്ടികൾ ടാർഗറ്റ് ചെയ്യുന്ന ആദ്യത്തെ അണ്ടർ ഗ്രാജുവേറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റി പ്രോഗ്രാം ഡൽഹി യൂണിവേഴ്സിറ്റി ആയിരിക്കും. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം കിട്ടാത്തവർ മാത്രമാണ് മറ്റു പല യൂണിവേഴ്സിറ്റികളിലും പോവാറ്. ബിക്കോസ് പ്രൈമറി ചോയ്സ് ഏറ്റവും കൂടുതൽ ഡൽഹി യൂണിവേഴ്സിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ദ കോമ്പറ്റീഷൻ ഈസ് ഹൈ. ഏതാണ്ട് 60,000-70,000 സീറ്റുകൾക്ക് 20 ലക്ഷത്തോളം കുട്ടികളെ അഡ്മിഷൻ ടെസ്റ്റ് എഴുതുന്ന, CUET എഴുതുന്ന ഒരു സിസ്റ്റമാണ്. അപ്പം ഹൈ കോമ്പറ്റീഷൻ ആയിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ CUET നിങ്ങൾക്കറിയാം അത്ര വലിയൊരു കോമ്പറ്റേറ്റീവ് എക്സാം അല്ല. പക്ഷെ അത്ര ഒരു ഡിഫിക്കൽട്ട് അല്ല. നിങ്ങൾ ഏതാണ്ട് ഒരു ഫസ്റ്റ് നിങ്ങളുടെ 1-2 വർഷത്തെ 11th 12th ടെക്സ്റ്റ് ബുക്കുകളൊക്കെ കൃത്യമായിട്ട് വായിച്ചാലും കൃത്യമായിട്ട് പഠിച്ചാൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന, ഹൈ സ്കോർ 90+ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് CUET. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും നിങ്ങൾ CUET എഴുതുമ്പോൾ ജനറൽ പേപ്പർ മസ്റ്റ് ആയിട്ട് എഴുതുക. ആൻഡ് ഇഫ് യു വാണ്ട് എനി കോഴ്സ് അതർ ദാൻ എ ലാംഗ്വേജ്, BA അറബിക്ക അല്ലെങ്കിൽ BA ഹിന്ദി, BA സംസ്കൃത്, BA ഉറുദു, അത്തരം ലാംഗ്വേജ് ഓണേഴ്സ് കോഴ്സുകൾ അല്ലാത്ത മറ്റേത് കോഴ്സ് ഇൻക്ലൂഡിംഗ് BA ഓണേഴ്സ് ഇംഗ്ലീഷ് എടുക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ലാംഗ്വേജ് പേപ്പർ ഇംഗ്ലീഷ് എഴുതുക. കാരണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് CUET എഴുതുന്നവരിൽ 90% സ്റ്റുഡൻസ് ഓപ്റ്റ് ചെയ്യുന്ന ലാംഗ്വേജ് കോഴ്സ് ഇംഗ്ലീഷ് പേപ്പറാണ്. അതുകൊണ്ട് ജനറൽ പേപ്പർ മസ്റ്റ് ആയിട്ട് എഴുതുക. കാരണം പല കോഴ്സുകൾക്കും ജനറൽ പേപ്പർ മസ്റ്റ് ആണ്, പല കോഴ്സുകൾക്കും ഇംഗ്ലീഷ് ലാംഗ്വേജ് പേപ്പർ മസ്റ്റ് ആണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. ബാക്കി ഇഫ് യു ഹാവ് എനി ക്വയറി, ക്വസ്റ്റ്യൻസ്, ഐ ക്യാൻ ഷെയർ മൈ email ID with the organizers. You can definitely contact me. I think my time is up, so I'll have to stop here. If you allow question answers, we can have another 5 minutes of question answer session. If that's not there, that's fine. Thank you. No, sir. Actually, thank you, sir. Thank you so much for the session. But actually, the thing is, question answer session like നമുക്ക് ടൈം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ 3rd ഡേയിലായിരിക്കും ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ കണ്ടക്ട് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ഇതുപോലെ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ഓക്കെ, നോട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ത്രൂ ഔട്ട് ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ ഉണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോ അതുകൊണ്ട് തന്നെ ആ ലാസ്റ്റ് ഡേയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ചോദ്യങ്ങൾ ഷെയർ ചെയ്യാം. പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫാക്കൽറ്റിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റെസ്പോൺസ് തരുന്നതായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ദ തിങ്. Thank you. Thank you, sir. Thanks for this wonderful session and your time. Okay, so guys, let's move on to the next session, like on the topic Aligarh, the Oxford of the East and a beacon of learning. So for this, let's invite Dr. Subay sir, who's an assistant professor of Department of Foreign Languages in Aligarh Muslim University. Sir, please.
Hi, hello all. Assalamu alaikum. So let me take it for granted that all of you know Malayalam, right? Afifa, Yes, sir. I We hope. can. Yeah. Okay, so I can mix my language, Malayalam and English. Okay. So if any of you you cannot follow Malayalam, they can raise their hands so I can speak in English. That's okay. എല്ലാവർക്കും മലയാളം അറിയാലോ അല്ലേ? സർ ഇതിൽ മലയാളം സ്റ്റുഡൻസ് ആണ് സാർ ഉള്ളത്. ഓക്കെ, മലയാളം. ഓക്കെ. സോ ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. സ്ക്രീൻ കാണാനല്ലേ? Yes, sir. എന്റെ വോയിസ് ക്ലിയർ ആണല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ? No, sir. Fine. Okay. Okay. First of all, let me express my heartfelt gratitude to the organizers of this very good program, orienting and giving orientation and guiding the new generation of students, degree students. So my topic, I would be speaking on Oxford of East, Aligarh Muslim University, Oxford of the East and Beacon of Learning. So, as you all know, our this നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ? അലിഗറിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് 1875 ഏകദേശം നമ്മളെ ഇൻഡിപെൻഡൻസ് സ്ട്രഗിളൊക്കെ സജീവമായി നടക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് അലിഗർ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെടുന്നത്. പക്ഷെ അന്ന് യൂണിവേഴ്സിറ്റി പേര് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി എന്നായിരുന്നില്ല, മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് എന്നായിരുന്നു. അന്ന് സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന ഒരു വലിയ വിഷണറി ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ദയനീയമായ ജീവിത സാഹചര്യമൊക്കെ കണ്ട് ആ ഒരു അതിൽ നിന്നൊക്കെ മനം നൊന്തിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു പുതിയ സംവിധാനമായിരുന്നു മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ്. ആക്ച്വലി അദ്ദേഹം ഒരു വെസ്റ്റേൺ എഡ്യൂക്കേഷനൊക്കെ നേടി തിരിച്ചു വന്നിട്ട് ഇവിടുത്തെ നമ്മളുടെ മുസ്ലിം കമ്മ്യൂണിറ്റി, എസ്പെഷ്യലി മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു സാഹചര്യം മനസ്സിലാക്കി ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആവശ്യം ഉണ്ടായിരുന്ന എഡ്യൂക്കേഷൻ ഒരു ഭൗതികമായ എഡ്യൂക്കേഷനോട് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട്, അഥവാ മോഡേൺ സയന്റിഫിക് വെസ്റ്റേൺ സയന്റിഫിക് എഡ്യൂക്കേഷൻ വിത്ത് ഇസ്ലാമിക് ടീച്ചിങ് എന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ സ്ഥാപിച്ചതായിരുന്നു മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ്. പിന്നെ അഥവാ ഇന്ന് ഇപ്പോൾ 1925 ആകുന്നു, ഏകദേശം 150 years ഹെറിറ്റേജ് അവകാശപ്പെടാവുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി. അതുകൊണ്ട് തന്നെ ഓക്സ്ഫോർഡ് ഓഫ് ദി ഈസ്റ്റ് എന്ന് പറയുന്നതിൽ ഒരു ന്യായമുണ്ട്. പിന്നെ നമുക്കറിയാം ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻസ് ഫൈറ്റേഴ്സ്, ഫ്രീഡം ഫൈറ്റേഴ്സ് അലിഗറിൽ നിന്നും എഡ്യൂക്കേഷൻ നേടി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, പിന്നെ ഒരു ലിസ്റ്റ് വരുന്നുണ്ട്, ഞാൻ പറയാം. അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ എഡ്യൂക്കേഷൻ ഇവിടെ നിന്ന് നേടിയെടുത്ത് പിന്നെ വെസ്റ്റേണിൽ പോയി അവിടെ തിരിച്ചു വന്ന് വീണ്ടും കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സൊസൈറ്റി സർവീസ് ഒക്കെ കൊടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. പിന്നെ നമുക്കറിയാം ഇതിന്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത് അല്ലമൽ ഇൻസാന മാലം യഅലം, ടോട്ട് ദ മാൻ വാട്ട് ഹി ന്യൂ നോട്ട് എന്ന ഖുറാനിക് വേർഡ്സ് ആണ് അലിഗറിന്റെ ഒരു മോട്ടോ ആയിട്ട് സർ സയ്യിദ് അന്ന് കണ്ടത്. പിന്നെ ഇത് ഒരു യൂണിവേഴ്സിറ്റി ആയി മാറുന്നത് 1920 ഇന്ത്യൻ പാർലമെന്റിൽ ഒരു നിയമം പാസ്സായിട്ട് ഇപ്പോൾ റീസെന്റ് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു സുപ്രീം കോർട്ട് വിധി വന്നിരുന്നു അലിഗറിന്റെ ഒരു മൈനോറിറ്റി സ്റ്റാറ്റസ് ഒക്കെ നിലനിർത്താൻ. അതിന് ചരിത്രം പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അഥവാ നമ്മളെ ഇത് അലിഗർ സ്ഥിതി ചെയ്യുന്ന ഏകദേശം 1155 ഏക്കറിലാണ്. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും ഇതിന്റെ ഒരു വ്യാപ്തി. അപ്പോ ഇത്രയും സ്ഥലം അദ്ദേഹം വഖഫായിട്ട് ആളുകളിൽ നിന്നും മേടിച്ചെടുത്ത് അള്ളാഹുവിന്റെ പേരിൽ വഖഫ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇതിനെ മൈനോറിറ്റി സ്റ്റാറ്റസ് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒഴിവാക്കാനുള്ള ചെറിയ നീക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെതിരെ ഇപ്പോൾ പുതിയൊരു നിയമം വന്നിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ ഇനി വരും കാലങ്ങളിൽ ഇനി ഇതിന്റെ ഫർദർ റൂളിങ്സ് ഒക്കെ വരാനുണ്ട്, അപ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അലിഗറിന് വലിയ ഒരു പാരമ്പര്യം അവകാശപ്പെടാനുണ്ട്. ഇറ്റ് വാസ് എ പൊളിറ്റിക്കൽ ഹബ് ഓഫ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ഡ്യൂറിങ് ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്.
പിന്നെ ഒരുപാട് മൗലാന ആസാദ്, ഷെയ്ഖ് അബ്ദുള്ള, മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ലിയാഖത്ത് അലി ഖാൻ, അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് ഫ്രീഡം ഫൈറ്റേഴ്സ് അലിഗറിന് അവകാശപ്പെടാനുണ്ട്. അതുപോലെ ഏകദേശം അലിഗർ മൂവ്മെന്റ് തുടങ്ങി കുറച്ച് കഴിഞ്ഞാണ്, ഏകദേശം 1920s നമ്മളെ ജാമിയ മില്ലിയ തുടങ്ങുന്നത്. അതും അലിഗറിന്റെ തന്നെ ഞങ്ങളുടെ ക്യാമ്പസിന്റെ തൊട്ടപ്പുറത്തു നിന്നാണ് യഥാർത്ഥ ജാമിയ മില്ലിയ ഇസ്ലാമിയ തുടങ്ങുന്നത്. അത് ഇവിടെ തുടങ്ങി പിന്നീട് അത് ഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് ഉണ്ടായത്. പിന്നെ ഇതൊക്കെ ചരിത്രമാണ്, ഞാൻ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ ഡോക്ടർ സാക്കിർ ഹുസൈൻ, നമ്മളെ ഫോർമർ പ്രസിഡന്റ്, ഹാമിദ് അൻസാരി, ഫോർമർ വൈസ് പ്രസിഡന്റ്, ജാവേദ് അക്തർ, പോയറ്റ് നസ്രുദ്ദീൻ ഷാ, ഷെയ്ഖ് അബ്ദുള്ള കശ്മീർ, ലിയാഖത്ത് അലി ഖാൻ, ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് പാകിസ്ഥാൻ. പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ നിർണായകമായ ചർച്ചകളൊക്കെ അലിഗറിന്റെ തന്നെ ക്യാമ്പസുകളിലായിരുന്നു നടന്നിരുന്നത്. ഏതായാലും ഇനി അലിഗറിലേക്ക് നിങ്ങൾ വരികയോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനൊക്കെ ഉള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. കാരണം ഒരുപാട് ചരിത്ര പ്രധാനമായ തീരുമാനങ്ങൾ അലിഗറിന്റെ ക്യാമ്പസിൽ വെച്ച് എടുക്കപ്പെട്ടിട്ടുണ്ട്, ഇന്ത്യൻ പാർട്ടീഷനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ. ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. അലിഗറിന്റെ മാത്രം ഒരു ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ, അലിഗർ ക്യാമ്പസ് നമുക്ക് LKG മുതൽ ഇവിടെ സംവിധാനങ്ങളുണ്ട്, സ്കൂളുകളുണ്ട്. അഥവാ KG സ്കൂളുകളിലേക്ക് വരെ ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന 1ാം ക്ലാസ് 2ാം ക്ലാസ്. അലിഗർ ക്യാമ്പസിന്റെ തന്നെ അലിഗർ യൂണിവേഴ്സിറ്റി സിസ്റ്റം തന്നെ നടത്തുന്ന ഒരുപാട് സ്കൂളുകൾ അലിഗറിനുണ്ട്. അപ്പൊ അതിലേക്ക് അഡ്മിഷൻ എടുക്കാൻ എല്ലാ വർഷവും എൻട്രൻസുകൾ നടക്കാറുണ്ട്. ഒരു 2nd സ്റ്റാൻഡേർഡിലേക്ക്, 6th സ്റ്റാൻഡേർഡിലേക്ക്, പിന്നെ 9th സ്റ്റാൻഡേർഡിലേക്ക്, 11th സ്റ്റാൻഡേർഡിലേക്ക്, ഇങ്ങനെ സ്കൂളിലേക്ക് ഇവിടെ അഡ്മിഷൻ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേജ് ഒരു പക്ഷേ +2 കഴിഞ്ഞ സ്റ്റേജിലായിരിക്കും. പക്ഷെ നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. കാരണം ഈ ഒരു സ്റ്റേജിലേക്ക് ഇവിടെ അഡ്മിഷൻ എടുത്താൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. ഏതായാലും നോർത്ത് ഇന്ത്യയിലെ ഏകദേശം എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വലിയൊരു നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈ ഓരോ സ്റ്റേജിലും എക്സാമിനേഷൻ എഴുതാൻ വരാറുണ്ട് ഇവിടെ. പക്ഷെ കേരളത്തിൽ നിന്ന് അപൂർവമായിട്ട് നമ്മൾ കാണാറുള്ളൂ. അപ്പോൾ ജാമിയ മില്ലിയക്കും സെയിം സ്ട്രക്ചറാണ് ഉള്ളത്, അഥവാ സ്കൂളുകളൊക്കെ അവിടെയുണ്ട്. അപ്പോൾ അവരിലേക്ക് അഡ്മിഷൻ എടുത്താൽ പിന്നെ ഇന്റേണൽ സ്റ്റുഡൻസ് ആയി മാറും. പിന്നെ ഓരോ ഘട്ടങ്ങളിലും ഇപ്പോൾ അടുത്ത +2 ഇന്റർമീഡിയറ്റ് ലെവലില്, അത് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് ഡിഗ്രി ലെവലില്, മെഡിക്കൽ ലെവലിലൊക്കെ നമുക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ ഇവിടെ തന്നെ പഠിച്ച സ്റ്റുഡൻസ് ആകുമ്പോൾ അവർക്ക് ഇന്റേണൽ റിസർവേഷൻ സിസ്റ്റം ഉണ്ട്. അത് അഥവാ 50% ഓഫ് കോഴ്സസ് 50% ഓഫ് സീറ്റ്സ് ഇന്റേണൽ സ്റ്റുഡൻസിന് റിസർവ് ചെയ്ത് വെച്ചിട്ടാണുള്ളത് ഇവിടെ. അഥവാ ഇപ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗിന്റെ എൻട്രൻസ് എഴുതുകയാണെങ്കിൽ അലിഗറിന്റെ തന്നെ എൻട്രൻസ് എക്സാം ആണ്. അഥവാ JEE പുറമെ അലിഗറിന്റെ തന്നെ എൻട്രൻസ് എക്സാം ആയിരുന്നു ഇതുവരെ. ഇനി അതിന് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അത് അടുത്ത വർഷങ്ങളിൽ ചിലപ്പോൾ കോമൺ എൻട്രൻസ് എക്സാമിലേക്ക് മാറാൻ മതി. പക്ഷെ എന്നിരുന്നാലും അലിഗറിലെ തന്നെ സ്റ്റുഡന്റ് ആയിരുന്നു അവൻ ഇന്റർമീഡിയറ്റ് ലെവലെങ്കിൽ അവന് 50% റിസർവേഷൻ കാറ്റഗറിയിൽ പരിഗണിക്കും. അഥവാ ഇപ്പോൾ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കലിൽ ഒരു 80 സീറ്റ് ഉണ്ടെങ്കിൽ അതിൽ 40 സീറ്റ് ഇവിടെ തന്നെ പഠിച്ച ഇന്റർമീഡിയറ്റ് ലെവലിൽ ഇവിടെ പഠിച്ച സ്റ്റുഡൻസിന് റിസർവ്ഡ് ആയിരിക്കും. അപ്പൊ ആ ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 6th ക്ലാസ്സിലും 9th ക്ലാസ്സിലും 11th ക്ലാസ്സിലൊക്കെ എൻട്രൻസ് എഴുതി ഇവിടെ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്കൂൾ ലെവലിൽ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ കുട്ടികളെ ചേർക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പൊ ആ ഒരു സിസ്റ്റം നമ്മളെ നാട്ടിൽ നിന്ന് ആ ലെവലിലേക്ക് എൻട്രൻസ് ചെയ്ത് വരുന്നത് കുറവാണ്. പക്ഷേ ഈ ബീഹാർ, UP, രാജസ്ഥാൻ, നോർത്ത് ഇന്ത്യൻസ്, കശ്മീർ, അവിടെ നിന്നൊക്കെ ആളുകൾ സജീവമായിട്ട് ഈ എൻട്രൻസ് എഴുതാൻ വരാറുണ്ട് സ്കൂൾ ലെവലിൽ. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി പറയുകയാണെങ്കിൽ എല്ലാ സ്ട്രീമും ഒരൊറ്റ കുടക്കീയിൽ കിട്ടുന്ന അപൂർവ യൂണിവേഴ്സിറ്റികളിലെ ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ്, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. മെഡിക്കൽ വൺ ഓഫ് ദി റെപ്യൂട്ടഡ് മെഡിക്കൽ കോളേജസ് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട്. JNMC എന്ന് പറയും, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. അവിടെ നമ്മൾ MD ചെയ്യാനൊക്കെ ഒരുപാട് ആളുകൾ നല്ല സ്കോളർഷിപ്പോട് കൂടി MD ചെയ്യാനൊക്കെ ഇവിടെ ഒരുപാട് മലയാളീസ് നമുക്ക് ഇടയിലുണ്ട്. അഥവാ ഏകദേശം 80,000 പ്ലസ് 1 ലാഖിന്റെ അടുത്തൊക്കെ സ്കോളർഷിപ്പ് ഉണ്ട് MD ചെയ്യുമ്പോൾ ഇവിടെ. അപ്പോൾ ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളിൽ എഞ്ചിനീയറിംഗ്, പിന്നെ ഇവിടെ ഏകദേശം എല്ലാ ആളുകൾക്കും റെസിഡൻഷ്യൽ സിസ്റ്റമാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 12 ഹാളിന് കീഴിലായിട്ട് ഏകദേശം 12x4 60യുടെ അടുത്ത് ഹോസ്റ്റലുകൾ ക്യാമ്പസിനുണ്ട്. 60 ഹോസ്റ്റൽ. ഓരോ ഹോസ്റ്റലിലും ഏകദേശം
200+300 സ്റ്റുഡൻസ് നിൽക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ റെസിഡൻസ് സംവിധാനങ്ങളാണ് ഇവിടെ നമ്മളെ അവർക്ക് അവിടുത്തെ ക്യാൻറ്റീനിലെ ഭക്ഷണങ്ങളൊക്കെ വളരെ സബ്സിഡൈസ്ഡ് റേറ്റിലാണ് കൊടുക്കുന്നത്. അപ്പോൾ വളരെ ചീപ്പ് റേറ്റിൽ എഡ്യൂക്കേഷൻ ലഭിക്കുന്ന ഒരു സംവിധാനമാണ് അലീഗറിനുള്ളത്. പിന്നെ മുമ്പത്തെ നമ്മൾ അബ്ദുള്ള സർ സംസാരിച്ച പോലെ FIUP ഇവിടെ തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷം പൂർത്തിയാകുന്നു. അടുത്ത 4ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. FIUP സിസ്റ്റമാണ്. FIUP എന്ന് പറഞ്ഞാൽ 4th ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം. ഇതുവരെ നമുക്കൊക്കെ ഡിഗ്രി നാട്ടിലൊക്കെ 3 വർഷങ്ങളായിരുന്നു ഹ്യൂമാനിറ്റീസ് സോഷ്യൽ സയൻസ് വിഷയങ്ങളിൽ. മെഡിക്കലിലും എഞ്ചിനീയറിംഗിലും ആദ്യമേ 4 വർഷമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇനി FIUP നടപ്പിലാക്കുന്നതോടുകൂടി 4th ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന്റെ സിസ്റ്റത്തിൽ 4 വർഷമാണ് ഡിഗ്രി. അത് യൂറോപ്യൻ പാരാമീറ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഇനിയിപ്പോൾ നമുക്ക് മാസ്റ്റേഴ്സ് ചെയ്യാൻ യൂറോപ്പിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഇയർ മുമ്പ് എടുക്കണമായിരുന്നു. നമ്മളൊരു അഡീഷണൽ വർഷം കൂടി അവിടെ പഠിച്ചിട്ടേ നമുക്ക് മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പക്ഷെ അത് ഇപ്പോൾ ഇനി FIUP സിസ്റ്റം വരുന്നതോടുകൂടി മാറുകയാണ്. പിന്നെ CUET സംവിധാനങ്ങളെ കുറിച്ചൊക്കെ സാറ് പറഞ്ഞുകൊണ്ട് ഇനി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അലിഗറിന്റെ ഏകദേശം പകുതിയോളം കോഴ്സുകൾ മാത്രമേ CUET സംവിധാനത്തിൽ രജിസ്റ്റർ ആയിട്ടുള്ളൂ. ബാക്കിയൊക്കെ അലിഗറിന്റെ തന്നെ എൻട്രൻസ് എക്സാം ആണ്. അപ്പോൾ അലിഗർ യൂണിവേഴ്സിറ്റിയിലേക്ക് എൻട്രൻസ് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അലിഗറിന്റെ തന്നെ നോട്ടിഫിക്കേഷൻ വരും. ആ സമയത്ത് അലിഗറിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് വേണം രജിസ്റ്റർ ചെയ്യാൻ. FIUP വഴി രജിസ്റ്റർ ചെയ്താൽ സെലക്റ്റഡ് കോഴ്സുകൾക്ക് മാത്രമേ അവർക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഏതെല്ലാമാണ് CUET വഴി അഡ്മിഷൻ എടുക്കേണ്ടത്, ഏതെല്ലാമാണ് അലിഗർ വഴി എൻട്രൻസ് വഴി എടുക്കേണ്ടത് എന്നുള്ള അവരുടെ ബ്രൗഷറിൽ ഈ സമയത്ത് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് പ്രത്യേകം നോക്കുക. അതിനനുസരിച്ച് വേണം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എഞ്ചിനീയറിംഗ് ഒന്നും CUET അല്ലെങ്കിൽ JEE വഴി അല്ല, അലിഗറിന്റെ തന്നെ സെപ്പറേറ്റ് എക്സാം ആണ്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മെഡിക്കൽ അതുപോലെ നഴ്സിംഗ് കോഴ്സുകൾക്കൊക്കെ അലിഗറിന്റെ തന്നെ സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം ആണ്. അപ്പോൾ കോമൺ എൻട്രൻസ് എക്സാമുകളിൽ ചിലപ്പോൾ ആ കാറ്റഗറിയിൽ വരില്ല. അപ്പോൾ പ്രത്യേകം അത് ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ നമ്മളെ സൗത്ത് ഇന്ത്യൻ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അലിഗറിൽ എത്തിയാൽ കിട്ടാവുന്ന ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. നമ്മൾ നാട്ടിൽ നിൽക്കുന്നതിന് പുറമെ നമുക്ക് എന്തെല്ലാം കാര്യമായിട്ട് ഒരു ലാംഗ്വേജ് എക്സ്പോഷർ തന്നെയാണ്. നമുക്ക് കാര്യമായിട്ട് ഒരു 4 വർഷം ഇവിടെ താമസിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു ഇന്റർനാഷണൽ റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി കിട്ടുന്നു എന്നതിന് പുറമെ അവർക്ക് നല്ല ഭാഷയിൽ നൈപുണ്യം നേടാം. ഉറുദു, ഹിന്ദി, അറബിക്, ഇംഗ്ലീഷ് ഭാഷകളിലൊക്കെ, പ്രത്യേകിച്ച് ഉറുദു, ഹിന്ദി. ഇവിടെ നമ്മളുടെ കൊളീഗ്, നമ്മളുടെ ഹോസ്റ്റലിലെ നമ്മളുടെ മുറിയൻ മിക്കവാറും ഒരു ഉറുദു ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളായിരിക്കും. അപ്പൊ അവരോട് നിർബന്ധമായിട്ടും നമുക്ക് ഉറുദുവിൽ തന്നെ സംസാരിക്കേണ്ടി വരും. അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ മിക്കവാറും ഉറുദു നമ്മൾ ഗ്രാജ്വലി ശരിയാക്കും. പിന്നെ ഉറുദുവിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സാഹിത്യ ഭംഗിയുള്ളൊരു ഭാഷ ഒരു പക്ഷേ വേറെ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. നല്ല ഭംഗിയാണ്, അത് ആസ്വദിക്കാനും. ഉറുദുവിന്റെ തന്നെ ഒരു ഷായരി സിസ്റ്റം ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇതിനോട് താല്പര്യത്തോടു കൂടി നമ്മൾ അപ്രോച്ച് ചെയ്താൽ വളരെ ഭംഗിയോടുകൂടി ആസ്വദിക്കാനൊക്കെ പറ്റും. അപ്പൊ അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നമ്മൾ കേരളത്തിന്റെ മാത്രം ചുവരുകളിൽ ഒതുങ്ങി കൂടുമ്പോൾ കിട്ടാത്ത ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റി നമുക്ക് ഇവിടെ ഫീൽ ചെയ്യാൻ പറ്റും. ഏകദേശം ഇന്ത്യയുടെ മിക്കവാറും സംസ്ഥാനങ്ങളിൽ നിന്ന് അലിഗറിൽ ആളുകൾ പഠിക്കുന്നുണ്ട്. എല്ലാം ഉണ്ട്. പിന്നെ അതിന് പുറമെ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഉണ്ടാകും. പിന്നെ അതിന് പുറമെ അഥവാ ഇന്റർനാഷണൽ സ്റ്റുഡൻസ്, നല്ല ഒരു എമൗണ്ട് ഓഫ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് നമുക്ക് ക്യാമ്പസിന്റെ അകത്ത് തന്നെ ഉണ്ട്. പിന്നെ അക്കാഡമിക് എക്സലൻസിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പിന്നെ കരിയർ അഡ്വാൻസ്മെന്റ്സിന് ഇവിടെ ഒരു ഭയങ്കര ഒരു അലീഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ്. if you if you are looking for any abroad opportunities, abroad options, so there will be some Aligarh collective, they will come up and help you definitely. അതാണ് അവരുടെ ഒരു അറ്റാച്ച്മെന്റ്. അഥവാ അലീഗ്സ് എന്ന് പറഞ്ഞാൽ അവര് ഇപ്പോ ജർമ്മനിയിലെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അലീഗ്സ് ഇൻ ജർമ്മനി എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം ഉണ്ട്. അപ്പൊ ആർക്കെങ്കിലും ജർമ്മനിയിലേക്ക് ഇപ്പോ മൈഗ്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ അവർക്ക് വേണ്ടി എല്ലാ സഹകരണവും ചെയ്തു കൊടുക്കും. US-ലാവട്ടെ, മിഡിൽ ഈസ്റ്റേൺ കൺട്രിയിലാവട്ടെ, ദുബായ്, UAE, സൗദി, അവിടെയൊക്കെ അലിഗേറിയൻസിന്റെ ഒരു കൂട്ടായ്മ എപ്പോഴും ഉണ്ടാവും. അപ്പൊ അവർക്ക് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ് ഈ അലീഗർ, ബീങ് ആൻ അലീഗർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ അഡ്വാൻസ്മെന്റിൽ കാര്യമായിട്ട് സ്വാധീനം ചെലുത്തും. പിന്നെ ക്യാമ്പസ് ലൈഫ് നിങ്ങൾക്കറിയാലോ, ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസ് ഫെസിലിറ്റീസിൽ ഉണ്ടാവുന്ന അഥവാ നമ്മൾ ഫ്രം ഡോൺ ടു ഡസ്റ്റ് മാത്രമല്ല, രാത്രിയിലും എല്ലാ സമയവും ഒരു ക്യാമ്പസ് ലൈഫിൽ ഇങ്ങനെ ജീവിക്കും.
പിന്നെ അലിഗറിന്റെ ക്യാമ്പസിന്റെ ഒരു ക്ലാസ് റൂം ലേണിങ്ങിന് പുറമെ ക്യാമ്പസിനകത്ത് അവരുടേതായ ഒരു കൂട്ടായ്മയും അവരുടേതായ ഒരു സംവിധാനങ്ങളൊക്കെ വളരെ ഭംഗി ആസ്വദിക്കാൻ പറ്റും അലിഗറിന്റെ ക്യാമ്പസ് ലൈഫിൽ. പിന്നെ അലിഗർ എന്ന് പറയുന്നത് ഏകദേശം ഡൽഹി സിറ്റിയിൽ നിന്നും 150 കിലോമീറ്റർ അവേ ആണ്, UP-യിലാണ് വരുന്നത്. അവിടുന്ന് നമുക്ക് ഏകദേശം ഒരു ചില സമയങ്ങളിൽ 2 മണിക്കൂറിൽ എത്തുന്ന ട്രെയിനുകൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. മാക്സിമം 3 hours ആണ് ബൈ റോഡ് ഉണ്ടാവുക. ട്രെയിൻ വഴി ആണെങ്കിൽ 2 hours എത്താൻ പറ്റും. അപ്പോ അത്ര ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് അല്ല. പക്ഷെ എന്നിരുന്നാലും നോട്ട് ഇൻ ദ ഹാർട്ട് ഓഫ് ഡൽഹി സിറ്റി. അതിൻ്റെതായ ഒരു അഡ്വാൻറ്റേജസ് ഓർ ഡിസഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഇവിടെ നിൽക്കുന്ന ഒരു 3 കൊല്ലം. പക്ഷെ എന്നാലും ഇൻ ടേംസ് ഓഫ് എഡ്യൂക്കേഷൻ, ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, അലിഗർ വുഡ് ബി വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻസ് ഫോർ യുവർ കരിയർ. അങ്ങനെ ഒരുപാട് പറയാനുണ്ട്. ഇവിടെ കാര്യമായിട്ട് ഫാക്കൽറ്റി ഒരുപാട് എല്ലാ ഡിപ്പാർട്ട്മെന്റ്, മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ഹ്യൂമാനിറ്റി, സോഷ്യൽ സയൻസ്, ആർട്സ് എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഇവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഫാക്കൽറ്റിക്ക് കീഴില് അതിന്റെ കീഴിൽ ഏകദേശം ഒരു 10 മുതൽ 20 വരെ ഡിപ്പാർട്ട്മെന്റുകളാണ്. ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ് വരുന്നത് ഫാക്കൽറ്റി ഓഫ് ആർട്സിന് കീഴിലാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് വരുന്നത് ഫാക്കൽറ്റി ഓഫ് കൊമേഴ്സിന് കീഴിൽ. അങ്ങനെ ഞങ്ങളുടെ വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറിൻ ലാംഗ്വേജസ് ആണ്. അത് കയറുന്ന ഫാക്കൽറ്റി ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസ്. അതിന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് പുറമെ വേറെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അങ്ങനെ ഒരു 12 ഫാക്കൽറ്റി കീഴിലായിട്ട് ഏകദേശം 100+ ഡിപ്പാർട്ട്മെന്റ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ഏകദേശം 300ഓളം കോഴ്സുകൾ, പിന്നെ ഏകദേശം 39,000-40,000 സ്റ്റുഡൻസ്. കേരള ഏകദേശം 300ഓളം കേരള സ്റ്റുഡൻസ് ഇപ്പോൾ നിലവിൽ അലിഗറിലുണ്ട്. കേരളക്കാരുടെ ഒരു കൂട്ടായ്മ എന്നുള്ളത് നമ്മൾ അതിനെ ഒരു പേരിട്ട് വിളിക്കുന്നത് അമ്മൂമ്മ എന്നാണ്. അമ്മൂമ്മ നമുക്ക് ഇമോഷണലി അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന പേരാണെങ്കിലും അതിന്റെ ഒരു അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി മലയാളി അസോസിയേഷൻ എന്നതിന്റെ AMUMA അതിന്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോ ടൈം ഈസ് ഗോയിങ് ടു ഓവർ. എന്തായിരുന്നു പിന്നെ റാങ്കിങ് വൈസ് നോക്കുകയാണെങ്കിൽ റീസെന്റ് 8th among the universities നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിങ് ഫ്രെയിംവർക്കിൽ അലിഗർ വൺ ഓഫ് റാങ്ക്ഡ് ആസ് 8th ടോപ്പ് യൂണിവേഴ്സിറ്റീസ്. പിന്നെ QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഏകദേശം ഏഷ്യയിലെ 280 ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ക്യാമ്പസ് ലൈഫ് ഞാൻ പറഞ്ഞു. ലൈബ്രറി എടുത്ത് പറയേണ്ടതാണ്. 24/7 ഫെസിലിറ്റീസ് ഉള്ള ലൈബ്രറി ഉണ്ടാവും. അപ്പോൾ ഏകദേശം ഈ എക്സാം ടൈമുകളിലൊക്കെ ഭയങ്കര 24 hours സജീവമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈബ്രറീസ്, മൗലാന ആസാദ് ലൈബ്രറി എന്ന് പറയും, വൺ ഓഫ് ദി പ്രീമിയർ ലൈബ്രറീസ് ഇൻ ഇന്ത്യ. പിന്നെ ഓക്കെ, ഏതായാലും എനിക്ക് തോന്നുന്നു ഞാൻ സംസാരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വരും സമയങ്ങളിൽ സാഹചര്യത്തിനനുസരിച്ച് ഡിസ്കസ് ചെയ്യാം. I think that's all from my side for now. Okay. Thank you, sir. Thank you so much for this wonderful session. Actually, sir, I think there are some questions, but നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ later സെഷൻസിലായിരിക്കും ഡിസ്കസ് ചെയ്യാന്നുള്ളത് because of the time issue, no? So that's the thing. Okay, if So one or two question I can take if your time permits. I think, sir, next session is about to start. Right. That's why. Okay. I can understand. Okay, then. Thank you very much for this opportunity. So, see you somewhere. Okay. Bye. Okay. Thank you, sir. Thank you so much. So that was a wonderful session. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് അടുത്ത സെഷനിലോട്ട് കടക്കാം. നെക്സ്റ്റ് we have this session on the topic Jamia, Shaping Future Leaders Beyond Classroom. The session will be held by Dr. Samir Babu M, who is the Associate Professor, Department of Educational Administration, Jamia Millia Islamia, and Visiting Professor, UPI, Indonesia. So let's welcome Samir, sir. Sir, please. Thank you, organizers. Thank you so much. Let us come to, I'm just sharing my PowerPoint. Sure. My presentation. Thank you. നമ്മൾ
ജാമ്യ മില്ലിയ ഇസ്ലാമിയ അല്ലെ, ജാമ്യ ഇസ്ലാമിയ ഇന്ത്യയിലെ ഒരു ലീഡിംഗ് യൂണിവേഴ്സിറ്റി എന്ന നിലയിൽ ജാമ്യ മില്ലിയ ഇസ്ലാമിയയെ കുറിച്ചും ഇവിടെയുള്ള പ്രോഗ്രാമുകളെ കുറിച്ചും കുറച്ച് ജനറൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ജാമ്യ മില്ലിയ ഇസ്ലാമിയ ഇസ് വൺ ഓഫ് ദ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആസ് എ സെൻട്രൽ യൂണിവേഴ്സിറ്റി. ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതിനകത്തേക്ക് നമ്മൾ ജാമ്യ മില്ലിയയിലേക്ക് നമ്മൾ വരുമ്പോൾ അതിന്റെ കുറച്ച് പെക്യുലിയാരിറ്റി, കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത്. വി ഹാവ് ലിമിറ്റഡ് ടൈം. ജാമ്യ മില്ലിയ ഇസ്ലാമിയ എസ്റ്റാബ്ലിഷ്ഡും അങ്ങനെ അതിന്റെ കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. 1920 നമ്മൾ 100th ഇയേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. 104th ആണ് ഇപ്പം. 1920 എസ്റ്റാബ്ലിഷ് ചെയ്തത്. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ട് 1988 വന്നത്. 1925 ജാമ്യ മില്ലിയ ഡൽഹിയിലേക്ക് വരുന്നത്. These are some of the images of inside Jamia Millia Islamia. Google images ആണ്. ഇത് കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ഒരു സ്റ്റുഡന്റ് സെന്റർ ഒക്കെ ആയിട്ട് അതിന്റെ ഒരു ഹബ്ബായിട്ട് ഇരിക്കുന്ന ഒരു ഇമേജ് ആണ്. ദിസ് ഇസ് ഓൾസോ വൺ ഓഫ് ദ ഇമേജസ് ഫ്രോം ജാമ്യ. ഇനി മറ്റൊരു കാര്യം ജാമ്യയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക്, ഇപ്പൊ നിങ്ങളെല്ലാവരും തന്നെ ആസ്പിരൻസ് ആയിട്ടുള്ള കുറെ കുട്ടികളായിരിക്കും ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഐ ക്യാൻ ഫൈൻഡ് 60 ഇൻക്ലൂഡിങ് മീ. 60 ആണ്. അപ്പൊ അതിലൊരു 50 പേരെങ്കിലും ഒരു ആസ്പിരൻസ് അല്ലെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഏതൊരു കാൻഡിഡേറ്റും എസ്പെഷ്യലി 21st സെഞ്ചുറി സ്കില്ലിനെ ഒക്കെ കുറിച്ച് നമ്മൾ പറയുന്ന ഈ ഒരു കാലത്ത് 2020ക്ക് ശേഷമുള്ള സമയത്തൊക്കെ നമ്മൾ നോക്കുമ്പോൾ ആളുകൾ സെലക്ട് ചെയ്യുന്നത് കൺവീനിയൻസ് അനുസരിച്ചല്ല. നേരത്തെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് കൺവീനിയൻസ് ആയിരുന്നു മേജർ ആയിട്ടുള്ള ഒരു കൺസേൺ. നമ്മളൊരു കോളേജിലേക്കോ യൂണിവേഴ്സിറ്റിയിലേക്കോ പോകുമ്പോൾ വെദർ ഇറ്റ് ഈസ് ആക്സസ് ടു മീ, ഈസിലി എനിക്ക് പോകാൻ പറ്റുമോ, ഈസിലി എനിക്ക് അക്കോമഡേഷൻ ഉണ്ടോ, ഇതൊക്കെ ആയിരുന്നു കൺസേൺ. ഇപ്പൊ അങ്ങനെയല്ല ശരിക്കും. കാരണം വെച്ചാൽ നമ്മൾ ഈ ഒരു നൂറ്റാണ്ടിൽ തന്നെയും റെലവൻസ് എന്ന് പറയുന്നത് സ്കില്ലിനാണ്, സിഗ്നിഫിക്കൻസ് നമ്മൾ സ്കില്ലിനാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ദ ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളതാണ് ഇപ്പം ആളുകളുടെ കൺസേൺ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ റാങ്കിങ് ആണ് കൂടുതൽ ആളുകളും യൂണിവേഴ്സിറ്റിയെ സെലക്ട് ചെയ്യുന്നത്. അത് ഏത് യൂണിവേഴ്സിറ്റിയാണ് എന്ന് നോക്കുന്നത് പലപ്പോഴും റാങ്കിങ്ങിനനുസരിച്ചാണ്. ജാമ്യ മില്ലിയ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ആസ് ഇറ്റ് ഹാസ് 3rd റാങ്ക് ഇൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് റാങ്കിങ് ഫ്രെയിംവർക്ക്. NIRF റാങ്ക് നമുക്കറിയായിരിക്കും. കേരളത്തിലേക്ക് യൂണിവേഴ്സിറ്റികൾ നമുക്ക് 29 23 ഒക്കെയാണ് മാക്സിമം വരുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് കേരളയാണ് കേരളത്തിലെ 1, അത് 23 വരുന്നത്. അവിടെ ജാമ്യ മില്ലിയ ഇസ്ലാമിയ 3rd റാങ്കിലാണ് വരുന്നത്. യൂണിവേഴ്സിറ്റി കാറ്റഗറിയിൽ 2nd അങ്ങനെയാണ് വരുന്നത് ശരിക്കും. IAS കഴിഞ്ഞ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ദെൻ ജാമ്യ മില്ലിയ ഇസ്ലാം. ഇത് അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓപ്റ്റ് ചെയ്യുമ്പോൾ ഈ റാങ്കിന് അതിന്റെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. നമ്മൾ പിന്നെ ഒരു ജോലിക്ക് പോകുമ്പോഴും നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് അല്ലെങ്കിൽ എവിടെയാണ് പഠിച്ചത് എന്നുള്ളതിന് വളരെ സിഗ്നിഫിക്കൻസ് ഉണ്ടെന്നുള്ളത് ഓർക്കുക. അത് നമ്മളൊരു സെലക്ഷനെയും ബാധിക്കും ശരിക്കും. ഈ ജാമ്യ മില്ലിയ ഓടിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അതിന്റെ ഫാക്കൽറ്റീസ് നമുക്ക് പറയാം. ജസ്റ്റ് ഇതൊക്കെ അതിന്റെ പ്രോഗ്രാംസ് ആണ്. ജനറലി നമ്മൾ ബ്രോഷറിൽ നിന്നും ജാമ്യ മില്ലിയ ഇസ്ലാമിയ jmi.ac.in ആണ് നമ്മുടെ വെബ്സൈറ്റ്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നതാണ്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി ഞാൻ പറയുന്നു. ഫാക്കൽറ്റി ഓഫ് ആർക്കിടെക്ചർ ആൻഡ് എക്കിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ഫാക്കൽറ്റിയിൽ ഇത്രയും പ്രോഗ്രാംസ് ഉണ്ട്. എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് ഞാൻ എഴുതി. ഇത്രയും പ്രോഗ്രാംസ് ഇവിടെ അവൈലബിൾ ആണ്. BArch പ്രോഗ്രാംസ് സെൽഫ് ഫിനാൻസിംഗിലുണ്ട്, BArch ജനറൽ ഉണ്ട്, ഫണ്ടഡ് പ്രോഗ്രാം, MArch, പല തരത്തിലുള്ള നല്ല എഞ്ചിനീയറിംഗ് ഫാക്കൽറ്റി. നമ്പർ 1 ഓഫ് ദ ബെസ്റ്റ് ഫാക്കൽറ്റീസ് ആണ് എഞ്ചിനീയറിംഗ് ഫാക്കൽറ്റി എന്ന് പറയുന്നത്. എഞ്ചിനീയറിംഗ് ആൻഡ് എക്കിസ്റ്റിക്സ്. ഫാക്കൽറ്റി ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന വേറൊരു ഫാക്കൽറ്റി. ഇതിനകത്ത് ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സും ഒരുപാട് പ്രോഗ്രാംസും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പോഴേ ഇതിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന കുട്ടികളിൽ പലപ്പോഴും പല ലീഡിംഗ് സ്ഥാപനങ്ങളിലും എത്തുന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ പ്ലേസ്മെന്റ് ആണെങ്കിൽ തന്നെയും നല്ല രീതിയിലുള്ള പ്ലേസ്മെന്റ് കിട്ടുന്നത്, നല്ല കമ്പനികളിലേക്ക് നല്ല പാക്കേജിൽ പ്ലേസ്ഡ് ആവുന്ന കുട്ടികളുടെ എണ്ണം ഒരുപാടാണ് ഇവിടെ. ഇപ്പൊ നമ്മൾ ഇപ്പൊ റീസെന്റ് നമ്മൾ ചന്ദ്രയാൻ മിഷൻ ഒക്കെ പറഞ്ഞപ്പോൾ ജാമ്യ മില്ലിയയിലെ സ്റ്റുഡന്റ് അതിനകത്ത് ഭാഗവാക്കായിരുന്നു. ഒരുപാട് സ്റ്റുഡൻസ്, ഒരുപാടല്ല 2-3 പേര് ഈ ഫാക്കൽറ്റിയിൽ പഠിച്ച കുട്ടികളുണ്ടായിരുന്നു. നമ്മൾ ഏത് ലീഡിംഗ് പ്രോഗ്രാംസ് ആണെങ്കിലും അതിനൊക്കെ തന്നെയും ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ അതിന്റെ ഒരു ഇതിനൊരു എക്സ്പോഷർ നമുക്ക് കിട്ടും. പലപ്പോഴും അലുമിനി മീറ്റുകളിലാണെങ്കിലും ഇൻവൈറ്റഡ് ടോക്കുകളാണെങ്കിലും ഒക്കെ തന്നെയും ഒരുപാട് റിസർച്ച് ഓറിയന്റഡ് ആക്ടിവിറ്റിയിലൊക്കെ തന്നെയും അതിന്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ എഞ്ചിനീയറിംഗ് ഫാക്കൽറ്റിനകത്തുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി പോളിടെക്നിക് ഉണ്ട്. അത് ഞാൻ എടുത്തു പറയാണ്. ചിലര് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവര് 10th കഴിഞ്ഞാൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി പോളിടെക്നിക്കിൽ ഡിപ്ലോമ പ്രോഗ്രാംസിന് അപ്ലൈ ചെയ്യാം. 12th കഴിഞ്ഞും അപ്ലൈ ചെയ്യാം. ഒരുപാട് പ്രോഗ്രാംസ് യൂണിവേഴ്സിറ്റി പോളിടെക്നിക്കിലും ഉണ്ട്, ഒരുപാട് ഫീൽഡിലുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ അതിലേക്ക് പോവാം. ഇതെല്ലാം എഞ്ചിനീയറിംഗിൽ വരുന്ന സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ,
കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ടെക്, മാസ്റ്റർ ഓഫ് ടെക്നോളജി, ഇതെല്ലാം എഞ്ചിനീയറിംഗ് ഫാക്കൽറ്റിയിൽ വരുന്ന പ്രോഗ്രാംസ് ആണ്. ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇത് നോക്കൂ, ഒരുപാട് എർത്ത്ക്വേക്ക് എഞ്ചിനീയറിംഗ്, ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ കൺട്രോൾ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റംസ് പറഞ്ഞ ഒരു ടെക് ഉണ്ട്. എനർജി സയൻസ് വളരെ സിഗ്നിഫിക്കന്റ് ആയി നിൽക്കുന്ന, വളരെ ലീഡിംഗ് ആയി നിൽക്കുന്ന ഒരു ഏരിയ ആണ് നമുക്കറിയാം. എൻവയോൺമെന്റ് സയൻസ് ആൻഡ് മാനേജ്മെന്റ്, ബാക്കിയുള്ളതൊക്കെ ജനറൽ ആയിട്ട് വരുന്നതാണ്. എർത്ത്ക്വേക്ക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ കാറ്റഗറി ഇവിടെ ഉണ്ട്. എൻവയോൺമെന്റ് സയൻസ് ആൻഡ് മാനേജ്മെന്റ് സെൽഫ് ഫിനാൻസിംഗിൽ SFS എന്ന് പറയുന്ന സെൽഫ് ഫിനാൻസിംഗ് ബ്രാഞ്ചിലാണ് കാണിക്കുന്നത്. SFS സെൽഫ് ഫിനാൻസിംഗ് ആണെങ്കിലും നമ്മൾ പല ലീഡിംഗ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയൊക്കെ എത്രയോ വളരെ കുറവാണ് ഇവിടെയുള്ള സെൽഫ് ഫിനാൻസിംഗിന്റെ ഫീസ്. ഡിപ്ലോമ പ്രോഗ്രാംസും അതുപോലെ ഉണ്ട്. യൂണിവേഴ്സിറ്റി പോളിടെക്നിക്കിൽ 3 ഇയർ ഡിപ്ലോമ, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അതാണ് മേജർ ആയിട്ട് വരുന്നത്. പിന്നെ മറ്റൊരു വളരെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റിയാണ് ഫാക്കൽറ്റി ഓഫ് ലോ. ഇവിടെ റെഗുലർ ആയിട്ടുള്ള LLB, LLM പ്രോഗ്രാംസ് ഉണ്ട്. അതോടൊപ്പം തന്നെ സെൽഫ് ഫിനാൻസിങ് കാറ്റഗറിയിൽ എക്സിക്യൂട്ടീവ് പ്രോഗ്രാംസ് ആയിട്ട് ഈവനിങ്ങിൽ ചില ആളുകൾ വർക്ക് ചെയ്തുകൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈവനിങ് ബാച്ച് ഉണ്ട്. 5:30, 6 o'clock സ്റ്റാർട്ട് ചെയ്യുന്ന LLM പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് ഇവിടെ. അതും തന്നെ വളരെ ലീഡിംഗ് അല്ല, എനിക്ക് 50,000 പെർ ഇയർ ആണ്. അത് വളരെ വലിയൊരു എമൗണ്ട് ഒന്നും അല്ല. സെൽഫ് ഫിനാൻസിങ് ആണെങ്കിൽ പോലും 50,000 പെർ ഇയർ കൊടുക്കുന്ന പ്രോഗ്രാംസ് ആണ് പല സെൽഫ് ഫിനാൻസിങ് പ്രോഗ്രാംസ്. BLLBയും അതുപോലെ, BLLB ഞാൻ പറഞ്ഞത്, BLLB പ്രോഗ്രാം സെൽഫ് ഫിനാൻസിങ് ഈവനിങ് ബാച്ച് ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ചിലർ വർക്ക് ചെയ്യുന്ന ഒരു കാറ്റഗറി ഉണ്ടെങ്കിൽ അവർക്കൊക്കെ തന്നെ വരാവുന്ന ഒരു പ്രോഗ്രാം. ഇന്ത്യയിലെ ആദ്യത്തെ 5 വരുന്നതാണ് ലോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യത്തെ 5 ജാമ്യയുടെ ലോ ഡിപ്പാർട്ട്മെന്റ്. പിന്നെ ജാമ്യയിൽ വരുന്ന മെഡിക്കൽ കാറ്റഗറിയിൽ ഡെന്റിസ്ട്രി ആണ് വരുന്നത്. അതിൽ BDS പ്രോഗ്രാം ആണ് വരുന്നത്. വേറെ കൂടുതൽ പ്രോഗ്രാംസ് ഒന്നുമില്ല, പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. വളരെ നല്ല രീതിയിലുള്ള ഫാക്കൽറ്റിയും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെയാണ് BDS പ്രോഗ്രാമിനകത്തുള്ളത്. പേഷ്യൻസ് ഒക്കെ തന്നെയും ഒരുപാടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നല്ല ഒരു ഓപ്ഷനാണ് ഡെന്റിസ്ട്രി എന്ന് പറയുന്നത്. മലയാളികളായിട്ടുള്ള ടീച്ചേഴ്സും ടീച്ചിങ് ഫാക്കൽറ്റിയും നോൺ ടീച്ചിങ് ഒക്കെ ഒരുപാടുണ്ട്. ഫാക്കൽറ്റി ഓഫ് ഫൈനാൻസിനകത്ത് വളരെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. നമുക്കറിയാൻ പറ്റും, ഒരുപാട് പേര് മലയാളികളൊക്കെ തന്നെയും ഈ ഒരു മേഖലയിൽ വന്നിട്ടുണ്ട്. റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടൊക്കെ മലയാളികൾ ഉണ്ടായിട്ടുണ്ട്. പെയിന്റിങ്, അപ്ലൈഡ് ആർട്സ്, ആർട്ട് എഡ്യൂക്കേഷൻ, സ്കൾപ്ചർ, ആർട്ട് ഹിസ്റ്ററി ആൻഡ് ആർട്ട് അപ്രീസിയേഷൻ, ഗ്രാഫിക് ആർട്ട്, ഇതൊക്കെ അതിനകത്ത് വരുന്ന ഫാക്കൽറ്റി ഓഫ് ഫൈൻ ആർട്സിന് വരുന്ന പ്രോഗ്രാംസ് ആണ്. BFA പ്രോഗ്രാം ആണ്. അതുപോലെ MFA പ്രോഗ്രാം, മാസ്റ്റേഴ്സ് പ്രോഗ്രാമും ഉണ്ട്. പിന്നെ ഫാക്കൽറ്റി ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് അതുപോലെ തന്നെ മാനേജ്മെന്റ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്. ലീഡിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്. ഇവിടെ ഞാനൊരു ഫാക്കൽറ്റിയോട് സംസാരിച്ചപ്പോഴേ ഈ ടൂറിസം ഡിപ്പാർട്ട്മെന്റില് പ്രോഗ്രാംസ് ചെയ്യുന്ന കുട്ടികൾക്ക് അവരെ, അതായത് ഇവിടെ പ്രോഗ്രാം ചെയ്യുന്നവരെ കൊടുക്കാൻ അവർക്കില്ല, അത്രയും ഡിമാൻഡ് അവർക്ക് വരുന്നത്. റീസെന്റ് അവിടെ ബുർജ് ഖലീഫയിലേക്ക് വരെയുള്ള അപ്പോയിന്റ്മെന്റ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും ഡിമാൻഡുള്ള ഒരു പ്രോഗ്രാമാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി. ഏകദേശം എല്ലാവർക്കും അവിടെയുള്ള എല്ലാവരും അപ്പോയിന്റ്മെന്റ്, അവർക്ക് പ്ലേസ്മെന്റ് കൊടുത്താലും വീണ്ടും ഓപ്ഷൻസ് അല്ലെങ്കിൽ വീണ്ടും ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഡോക്ടറൽ പ്രോഗ്രാം ഉണ്ട്, PhD, ടൂറിസം ഹോസ്പിറ്റാലിറ്റി, മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാംസ് അതിനകത്തുള്ള പ്രോഗ്രാംസ്. ഫുഡ് പ്രൊഡക്ഷൻ ഉണ്ട്, അവർക്ക് സ്പെഷ്യൽ കിച്ചണോ അങ്ങനെ എല്ലാ ഫെസിലിറ്റി ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ വരുന്നത് ഫാക്കൽറ്റി ഓഫ് മാനേജ്മെന്റ് തന്നെ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആൻഡ് ഹോസ്പൈസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതിൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ്, MBA ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിനകത്ത് ഡോക്ടറൽ പ്രോഗ്രാം, PhD ഇൻ മാനേജ്മെന്റ്, മാസ്റ്റേഴ്സ് പ്രോഗ്രാം, MBA ഇന്റർനാഷണൽ ബിസിനസ്, MBA ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് ഫാമിലി ബിസിനസ്, എക്സിക്യൂട്ടീവ് MBA സെൽഫ് ഫിനാൻസിങ് പ്രോഗ്രാം ആണത്. പാർട്ട് ടൈം പ്രോഗ്രാം ആണ്. ലോയിലും മാനേജ്മെന്റിലും എഞ്ചിനീയറിംഗിലും പാർട്ട് ടൈം പ്രോഗ്രാംസ് ജാമ്യ മില്ലയിലുണ്ട്. പിന്നെ ഫാക്കൽറ്റി ഓഫ് എഡ്യൂക്കേഷൻ വളരെ സ്പെസിഫിക് ആയിട്ട് ഞാൻ ഉൾക്കൊള്ളുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷണൽ സ്റ്റഡീസിൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ് ആയിട്ട് MA എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. താരതമ്യേന തിരക്ക് കുറഞ്ഞ, അല്ലെങ്കിൽ അത്രയും ഭയങ്കര ഇതില്ല, പക്ഷേ CUET വഴിയാണ് MA എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വരുന്നത്. MEd പ്രോഗ്രാം അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ വരുന്ന പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ MA ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ട്, ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. PG ഡിപ്ലോമയിൽ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിൽ ഒരു PG ഡിപ്ലോമ, 1 ഇയർ PG ഡിപ്ലോമയുണ്ട്.
പിന്നെ മറ്റത് വരുന്നത് ഫാക്കൽറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടീച്ചർ ട്രെയിനിങ് ആൻഡ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ. ഇവിടെ ഡിപ്ലോമ മുതൽ ഡിപ്ലോമ ഉണ്ട്, അതുപോലെ തന്നെ ബി എഡ് എലമെന്ററി, ബി എഡ് നഴ്സറി, ബി എഡ് സ്പെഷ്യൽ തന്നെ വിഷ്വൽ ഇമ്പയർമെന്റ്, മെന്റലി റിട്ടാർഡഡ്, ഹിയറിംഗ് ഇമ്പയർഡ്, ഈ എല്ലാ കാറ്റഗറിയിലും വരുന്ന ബി എഡ് ഉണ്ട്. ആ ബി എഡിൽ തന്നെയും നമുക്ക് ഗാന്ധിയൻ ഫിലോസഫിയിലെ നമ്മുടെ നൈ താലിം അനുസരിച്ച് വർക്ക് ചെയ്യുന്ന വളരെ കുറഞ്ഞ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റുകൾ ഒന്നാണ്. ഒരുപാട് ഹാൻഡ്സ് ഓൺ ഫെസിലിറ്റീസ്, ഹാൻഡ്സ് ഓൺ സ്കില്ലുകൾ കിട്ടുന്നുണ്ട്. കാർപെൻട്രി, ടൈ ആൻഡ് ഡൈ, അതുപോലെ തന്നെ പേപ്പർ വർക്ക്, ഇങ്ങനെയുള്ള റെഗുലർ ആയിട്ട് നടക്കുന്ന ഒരുപാട് നമ്മുടെ നാട്ടിലെ ബി എഡിനെ അപേക്ഷിച്ച് ഒരുപാട് ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ബി എഡ് ആണ്. ബി എഡ് നഴ്സറി, ബി എഡ് സ്പെഷ്യൽ പ്രോഗ്രാംസ്, ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ ഉണ്ട്, എഡ് സ്പെഷ്യൽ അവിടെ ഉണ്ട്, പിന്നെ PhD, അതുപോലെ MA എഡ്യൂക്കേഷനും ഈ ഡിപ്പാർട്ട്മെന്റിനകത്തുണ്ട്. പിന്നെ ഫാക്കൽറ്റി ഓഫ് ഹ്യൂമാനിറ്റീസ് ആൻഡ് ലാംഗ്വേജിനകത്ത് അതുപോലെ തന്നെ അതിനകത്ത് വരുന്നതാണ് ഹിസ്റ്ററി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഉറുദു ഉണ്ട്. അതിനകത്തൊക്കെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമകളും ഒരുപാടുണ്ട്. മാസ് കമ്മ്യൂണിക്കേഷനിലെ ഉറുദു മാസ് കമ്മ്യൂണിക്കേഷനിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഉണ്ട്. BA ഓണേഴ്സ് ഉറുദു ഉണ്ട്. സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസും ഒരുപാടുണ്ട്. നിങ്ങൾ ഇത് വരുമ്പോൾ ഒരുപാട് ചിലർ ഒരു സ്പെസിഫിക് കോഴ്സിനെ പ്രോഗ്രാമിനെ ഓറിയന്റ് ചെയ്ത് വരുമ്പോഴും തന്നെയും റിലേറ്റ് ചെയ്ത് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ നമ്മൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വെബ്സൈറ്റും അല്ലെങ്കിൽ ബ്രോഷറും പഠിച്ചാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ഒരു ഓപ്ഷൻ ആയിട്ട് എഴുതിയെടുക്കാൻ പറ്റുന്ന അറിയുള്ളൂ. അപ്പൊ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് വെബ്സൈറ്റ് പരിശോധിക്കുക, ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് പോകുക. ഇസ്ലാമിക് സ്റ്റഡീസിൽ BA MA PhD ആണ്. അറബിക്കിൽ ഡോക്ടറൽ പ്രോഗ്രാം, PhD, മാസ്റ്റേഴ്സ്, അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം, BA ഓണേഴ്സ് അറബിക് ഉണ്ട്, അഡ്വാൻസ് ഡിപ്ലോമയുണ്ട്. അതുപോലെ തന്നെ മോഡേൺ അറബിക് ലാംഗ്വേജ് ആൻഡ് ട്രാൻസ്ലേഷൻ നല്ലൊരു പ്രോഗ്രാമാണ്. ഡിപ്ലോമ പ്രോഗ്രാംസും ഉണ്ട്. പേർഷ്യൻ ഡിപ്പാർട്ട്മെന്റിനകത്തും ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്, അഡ്വാൻസ് ഡിപ്ലോമ. പിന്നെ ഫാക്കൽറ്റി ഓഫ് ഹിന്ദി ഉണ്ട്, ഹിന്ദിയിലും എല്ലാ പ്രോഗ്രാംസും ഉണ്ട്. അതിലെല്ലാം മാസ് കമ്മ്യൂണിക്കേഷനിലെ മാസ് മീഡിയ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ട്. ഉറുദുവിലും അതുപോലെ ഞാൻ പറഞ്ഞിരുന്നു. TV ജേർണൽസിലെ ഹിന്ദി മീഡിയം പ്രിഫർ ചെയ്യുന്നവർക്കുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ് ഒരു വളരെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടെയും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ, MAക്ക് പുറമെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയും ഉണ്ട്. BA ഇംഗ്ലീഷ് ഓണേഴ്സ്, ഡിപ്ലോമ പ്രോഗ്രാംസ്, ട്രാൻസ്ലേഷൻ പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് സെൽഫ് ഫിനാൻസിങ് പ്രോഗ്രാം ആണ്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസ്, സർട്ടിഫിക്കറ്റ് ഇൻ ട്രാൻസ്ലേഷൻ പ്രൊഫിഷ്യൻസി. സാൻസ്ക്രിറ്റ് ഡിപ്പാർട്ട്മെന്റ് വളരെ ലീഡിംഗ് ആയിട്ടൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതിൽ താരതമ്യേന തിരക്ക് കുറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ആണ് സാൻസ്ക്രിറ്റ്. ഫോറിൻ ലാംഗ്വേജസിൽ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിനകത്ത് BA ഓണേഴ്സ് ഫ്രഞ്ച്, BA ഓണേഴ്സ് ടർക്കിഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, കൊറിയൻ ലാംഗ്വേജ്. അപ്പൊ ഇത് ഫ്രഞ്ച്, ടർക്കിഷ് ഒക്കെ തന്നെയും ഒരുപാട് ജോലി സാധ്യതകളുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ആയിട്ട് ഫ്രഞ്ച്, ടർക്കിഷ് പാർട്ട് ടൈം പ്രോഗ്രാംസ്, ഉസ്ബെക്കില് സർട്ടിഫിക്കറ്റ്, കൊറിയൻ ലാംഗ്വേജ്, ചൈനീസ് ലാംഗ്വേജ്, ഇതൊക്കെ പാർട്ട് ടൈം പ്രോഗ്രാംസ് ആണ്. ഈവനിങ്ങില്, സാറ്റർഡേസിലൊക്കെ നടക്കുന്ന പ്രോഗ്രാംസ് ആണ്. നാച്ചുറൽ സയൻസ് ഫാക്കൽറ്റിയിൽ BSc ജനറൽ എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല സബ്ജക്റ്റുകളെ കോമ്പിനേഷൻ ആയിട്ട് 3 ഡിസിപ്ലിൻസിൽ നമ്മളിപ്പോൾ ഡബിൾ മെയിൻ എന്നൊക്കെ പറയുന്ന പോലെയാണ് ശരിക്കും രണ്ടിലധികം പ്രോഗ്രാം കോഴ്സുകൾ. ഇപ്പം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒന്നിച്ചുള്ള ഒരു BSc പ്രോഗ്രാം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. BA പ്രോഗ്രാമും അങ്ങനെയുണ്ട് ജാമ്യയിൽ. അതുപോലെ നമുക്ക് പൊളിറ്റിക്കൽ സയൻസ്, ഇക്കണോമിക്സ്, സോഷ്യോളജി, സൈക്കോളജി ഇതെല്ലാം മിക്സ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം BA പ്രോഗ്രാം എന്ന് പറയും. ഇതുപോലെ BSc ജനറൽ പ്രോഗ്രാം, BA ജനറൽ പ്രോഗ്രാം അങ്ങനെയുണ്ട്. ഫിസിക്സിനകത്ത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്സിൽ ഇത്രയും സംഭവങ്ങളുണ്ട്. BVOC കൂടെ ഉണ്ട്, സോളാർ എനർജി, വൊക്കേഷണൽ സ്റ്റഡീസിനകത്ത് BSc ഓണേഴ്സ് ഫിസിക്സ്, BSc ഇൻസ്ട്രുമെന്റേഷൻ ഇതെല്ലാം ഉണ്ട്. കെമിസ്ട്രിക്കകത്തും ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ഇൻഓർഗാനിക് മെറ്റീരിയൽ, ഓർഗാനിക്, ഫിസിക്കൽ, ഇതിനെല്ലാം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന MSc ഉണ്ട്. പിന്നെ BSc ഓണേഴ്സ് ഉണ്ട്. ജോഗ്രഫി മറ്റൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ജോഗ്രഫിയിൽ ഇപ്പം ഒരുപാട് ഇന്റർനാഷണൽ ലെവലിലൊക്കെ ഒരുപാട് സാധ്യതകളുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. നമുക്ക് പലപ്പോഴും ഇതില് ജാമ്യയിൽ നമ്മൾ വേറൊരു കാര്യം ആലോചിക്കുന്നുണ്ട്. നമ്മൾ നാട്ടിൽ പഠിക്കുന്നതിനപ്പുറമായിട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സബ്ജക്ട് നമ്മൾ പഠിച്ചില്ലെങ്കിൽ പോലും ആ സബ്ജക്റ്റിൽ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ചും അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൽ വരാൻ പറ്റും. അപ്പൊ നിങ്ങൾ സൈക്കോളജി പഠിച്ച ഒരാൾക്ക് വേണമെങ്കിൽ സോഷ്യോളജിയിൽ PG ചെയ്യാം. അതുപോലെ സോഷ്യോളജി പഠിച്ച ഒരാൾക്ക് സൈക്കോളജിയിൽ PG ചെയ്യാം. നമ്മൾ എൻട്രൻസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പോകുന്നതിൽ പ്രത്യേകിച്ച് യാതൊരു പ്രശ്നവും ഇല്ല. ചില യൂണിവേഴ്സിറ്റികളിൽ, കേരളത്തിലൊക്കെ ആണെങ്കിൽ ചില യൂണിവേഴ്സിറ്റികളിൽ അതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ ജാമ്യ കേസ് ഇസ് ഡിഫറെന്റ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഇഫ് യു ക്ലിയർ ദ
entrance examination, you can come forward. You can do any program. MSc Disaster Management, Climate Sustainability Studies. പുറത്തൊക്കെ നമ്മൾ പോകുമ്പോൾ ഒരുപാട് സാധ്യതകളുള്ള US, UK, Canada പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഡോക്ടറൽ റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഒരുപാടുള്ള പ്രോഗ്രാമാണത്. MSc Geography, MA Geography രണ്ട് സംഭവം ഉണ്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമാസ് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ, റിമോട്ട് സെൻസിങ് ആൻഡ് GIS ആപ്ലിക്കേഷൻ, ജിയോ ഇൻഫർമാറ്റിക് സിസ്റ്റംസ്, ഇതിലെല്ലാം പ്രോഗ്രാംസ് ആണ്. ഗ്രാജുവേറ്റ് പ്രോഗ്രാം BA ഉണ്ട്, BSc ഓണേഴ്സ് ഉണ്ട്. മാത്തമാറ്റിക്സ് ആണ് അടുത്ത പ്രോഗ്രാം. അതിനകത്തും വിത്ത് കമ്പ്യൂട്ടർ, മാത്തമാറ്റിക്സ് വിത്ത് കമ്പ്യൂട്ടർ എന്നൊരു MSc ഉണ്ട്, പ്യൂർ മാത്തമാറ്റിക്സ് ഉണ്ട്. BSc ഓണേഴ്സ് മാത്തമാറ്റിക്സ് ആൻഡ് അപ്ലൈഡ് മാത്തമാറ്റിക്സ് രണ്ടും ഉണ്ട് ഇവിടെ. ബയോസയൻസ് മറ്റൊരു സ്പെസിഫിക് ഏരിയ ആണ്. ബയോസയൻസിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. PhDയുടെ കൂടാതെ മാസ്റ്റേഴ്സ് മൈക്രോബയോളജി ഈവനിങ് പ്രോഗ്രാം ആയിട്ടുണ്ട്. MSc ബയോസയൻസസ്, MSc ബയോകെമിസ്ട്രി, MSc ബയോഫിസിക്സ് ഉണ്ട്. ഞാൻ എഴുതിയിട്ടില്ല. BSc ബയോസയൻസ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസിലും അതുപോലെ തന്നെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസിൽ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി, ഫാക്കൽറ്റി ഓഫ് സോഷ്യൽ സയൻസിനകത്ത് നമ്മൾ പോവുകയാണെങ്കിൽ ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഡിഗ്രി, BSc BA and MA പ്രോഗ്രാംസ് ഉണ്ട്, PhD കൂടാതെ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ പോവുകയാണെങ്കിൽ BA പ്രോഗ്രാംസ് കൂടാതെ, BA സ്ട്രീം കൂടാതെ നമുക്ക് MA പ്രോഗ്രാംസ് ആയിട്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ സയൻസ്, ഹ്യൂമൻ റൈറ്റ്സ്, ഇത് മൂന്നും അവൈലബിൾ ആണ് പൊളിറ്റിക്കൽ സയൻസിൽ. സോഷ്യൽ വർക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ MA സോഷ്യൽ വർക്ക്, MA ഹ്യൂമൻ റൈറ്റ്സ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അതുപോലെ അഡ്വാൻസ് ഡിപ്ലോമ പ്രോഗ്രാമുകൾ, അഡ്വാൻസ് ഡിപ്ലോമ ഇൻ പബ്ലിക് ഹെൽത്ത്, ഇതൊക്കെയാണ് സോഷ്യൽ വർക്ക്. സോഷ്യൽ വർക്ക് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഇന്ത്യ. നല്ല സെലക്ഷൻ, അതായത് ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടുന്ന പ്രോഗ്രാമുകളാണ് MA സോഷ്യൽ വർക്ക് ഒക്കെ തന്നെ. ഓക്കെ, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യോളജി, സൈക്കോളജി, ഇതിലൊക്കെ തന്നെയും BA MA പ്രോഗ്രാംസ് ആണുള്ളത്. അഡ്വാൻസ് ഡിപ്ലോമ പ്രോഗ്രാംസ് കൗൺസിലിംഗ് സൈക്കോളജിയിലും സൈക്കോളജിയിലകത്തുണ്ട്. കൊമേഴ്സ് ആൻഡ് ബിസിനസ് മാനേജ്മെന്റ്, ബികോമിനകത്ത് BCom ഓണേഴ്സ് ഉണ്ട്, BBA ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. പിന്നെ വേറൊരു വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഡൾട്ട് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആണ്. ഇവിടെ MA MSc ഡെവലപ്മെന്റ് എക്സ്റ്റൻഷൻ ആണ്. ഇത് ഏകദേശം സോഷ്യൽ വർക്കിന് സമാനമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ്. താരതമ്യേന തിരക്ക് കുറഞ്ഞ പ്രോഗ്രാം ആണ്. കുട്ടികൾ കുറച്ച് ലൈറ്റ് ആയിട്ട് എടുക്കുന്ന പ്രോഗ്രാം ആണെങ്കിലും നമ്മൾ വരുന്നവർക്ക് ഒരുപാട് ഫീൽഡ് എക്സ്പീരിയൻസ്, റിസർച്ച് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുന്ന ഒരു പ്രോഗ്രാം ആണ്. വളരെ കുറഞ്ഞ സ്ട്രെങ്ത് ആയിരിക്കും ഉണ്ടാവുന്നത്. 20 ആണ് മാക്സിമം സ്ട്രെങ്ത്. അതിൽ തന്നെയും സാധാരണ രീതിയിൽ 10-15 പേരൊക്കെയാണ് അഡ്മിഷൻ എടുക്കാറ്. അത് നല്ല ഒരു റിഗ്രസ് ആയിട്ടുള്ള ഫീൽഡ് വർക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം ആണ്. കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്സ്, ഫീൽഡ് എക്സ്പീരിയൻസസ്, ജേർണലിങ്ങൾ, റൈറ്റിംഗ് ഓഫ് ദ സ്ക്രിപ്റ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ്. ജോലി സാധ്യതകൾ വളരെ, അത് ക്യാമ്പസ് പ്ലേസ്മെന്റ് അത്ര ഇല്ലെങ്കിലും കുട്ടികൾക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് പ്ലേസ്മെന്റ് കിട്ടാൻ സാധ്യതയുള്ള സോഷ്യൽ വർക്കിനെ പോലെയുള്ള പ്രോഗ്രാമാണ്. AJK മാസ് കമ്മ്യൂണിക്കേഷൻ റിസർച്ച് സെന്റർ നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പലപ്പോഴും ജാമിയ മില്ലിയ എന്ന് പറയുമ്പോഴും നമ്മൾ ലീഡ് ചെയ്യുന്ന ഒരു ഒരു ഫാക്കൽറ്റിയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ. ഇതിലകത്ത് തന്നെ PhD കൂടാതെ തന്നെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ലീഡിംഗ് ആയിട്ടുള്ള മീഡിയ പേഴ്സൺസ് എല്ലാം തന്നെ അവരൊക്കെ തന്നെ ജാമ്യയുടെ പ്രോഡക്ട്സ് ആണ്. ഒരുവിധം ആളുകളെല്ലാം തന്നെ ജാമ്യ പ്രോഡക്ട്സ് ആണ്. MA മാസ് കമ്മ്യൂണിക്കേഷൻ, MA വിഷ്വൽ ഇഫക്റ്റ് ആൻഡ് ആനിമേഷൻ, കൺവേർജന്റ് ജേർണലിസം, MSc മാത്തമാറ്റിക്സ് എഡ്യൂക്കേഷൻ, മെറ്റാ യൂണിവേഴ്സിറ്റി പ്രോഗ്രാമിന്റെ കീഴിലുള്ള പ്രോഗ്രാം, MA ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ആക്ടിംഗ്, ബ്രോഡ്കാസ്റ്റിംഗ് ടെക്നോളജി, സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആൻഡ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. മലയാളിയായിട്ടുള്ള ആൾക്കാരും ബ്രോഡ്കാസ്റ്റിംഗ് ടെക്നോളജിയിലൊക്കെ തന്നെ വന്നിട്ടുള്ള ഒരുപാട് പേര് എനിക്ക് പരിചയത്തിൽ തന്നെ 2-3 പേര് വന്ന് ബ്രോഡ്കാസ്റ്റിംഗ് ടെക്നോളജിയിൽ ഉണ്ടായിരുന്നു. അതിനകത്ത് വലിയ ഫീസ് ഒന്നുമില്ല. സെൽഫ് ഫിനാൻസിംഗ് ആണെന്ന് വിചാരിച്ച് ഇത്ര വലിയ ഫീസ് ഇല്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല, ഇപ്പൊ അൽ ജസീറയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, മലയാളികൾ തന്നെയും നല്ല ലീഡിംഗ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന, തുടക്കത്തിൽ തന്നെ നല്ല സാലറി കിട്ടുന്ന തരത്തിൽ പോകാൻ പറ്റുന്ന പ്രോഗ്രാംസ് ആണ്. സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിലും മലയാളികളൊക്കെ ഒരുപാട് വരുന്ന നല്ല കോമ്പറ്റീഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ നിങ്ങൾ അതിന്റെ താല്പര്യമുള്ളവരൊക്കെ തന്നെ ആ രീതിയിലുള്ള പ്രിപ്പറേഷനിലേക്ക് പോവുക. ഓർഗനൈസേഴ്സിനെയൊക്കെ സമീപിച്ച് നിങ്ങൾക്ക് പോകാം. ഡോക്ടർ സാക്കിർ ഹുസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ്, FTK സെന്റർ ഫോർ ഇൻഫർമേഷൻ ടെക്നോളജി, ഇതൊക്കെ അനുബന്ധ സ്ഥാപനങ്ങളായിട്ടാണ്. ഇന്റർനാഷണൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു ഏരിയ സ്റ്റഡീസ്, നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് അല്ലാതെ തന്നെ ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ് ഉള്ള ഇന്റർനാഷണൽ ഏരിയ സ്റ്റഡീസ് പ്രോഗ്രാംസ്, MA പൊളിറ്റിക്സ് ആൻഡ് ഇന്റർനാഷണൽ ഏരിയ സ്റ്റഡീസ്. അതുപോലെ തന്നെ സെന്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓപ്പൺ ലേണിംഗിൽ ഒരുപാട് ഓൺലൈൻ പ്രോഗ്രാംസ് ഉണ്ട്. മറ്റൊരു മേജർ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നെൽസൺ മണ്ടേല സെന്റർ ഫോർ പീസ് ആൻഡ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ. ഇവിടെയും മാസ്റ്റേഴ്സ് പ്രോഗ്രാം, MA ഇൻ കോൺഫ്ലിക്ട് അനാലിസിസ് ആൻഡ് പീസ് ബിൽഡിംഗ്. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഒരുപാട് റിസർച്ച് പോസിബിലിറ്റി ഉള്ള പ്രോഗ്രാം ആണ്.
സെന്റർ ഫോർ ജവഹർലാൽ നെഹ്റു സ്റ്റഡീസ്, ഇവിടെയും PhD ഡെവലപ്മെന്റ് സ്റ്റഡീസ് സ്പെഷ്യലൈസ് ചെയ്ത് ഏത് മാസ്റ്റേഴ്സ് എടുത്തവർക്കും അവിടെ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ സ്പെഷ്യലൈസ് ചെയ്ത് PhD എടുക്കാൻ പറ്റും. കമ്പാരിറ്റീവ് റിലീജിയൻ ആൻഡ് സിവിലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ട്. ഒരുപാട് റിസർച്ചുകൾ നടക്കുന്ന MA കമ്പാരിറ്റീവ് റിലീജിയൻ കൂടാതെ തന്നെയും ഒരുപാട് റിസർച്ച് പ്രോഗ്രാംസ് നടക്കുന്ന സെന്റേഴ്സ് ആണ് അത്. വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസ്, അവിടെയും PhD ആൻഡ് മാസ്റ്റർ പ്രോഗ്രാം ഉണ്ട്. ഇന്റർനാഷണൽ റിലേഷൻസ്, വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസിൽ സ്പെഷ്യലൈസ് ചെയ്ത പ്രോഗ്രാം. നമുക്ക് ഒരുപാട് മാസ്റ്റർ ഇപ്പം ഹിസ്റ്ററി കഴിഞ്ഞവർക്ക്, സോഷ്യോളജി കഴിഞ്ഞവർക്ക്, അങ്ങനെയുള്ള ഇസ്ലാമിക് സ്റ്റഡീസ് കഴിഞ്ഞവർക്ക്, ലാംഗ്വേജസ് ആയിട്ടുള്ള അറബിക് ഒക്കെ കഴിഞ്ഞവർക്കൊക്കെ തന്നെയും എടുക്കാൻ പറ്റുന്ന പ്രോഗ്രാംസ് ആണ് ശരിക്ക് വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ്. KR നാരായൺ സെന്റർ ഫോർ, നമ്മൾ ബാക്കിയുള്ള കേരളത്തിലേക്ക് യൂണിവേഴ്സിറ്റികളെ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇന്റർഡിസിപ്ലിനറി ആയിട്ട് PhD ഒക്കെ ചെയ്യാൻ ഒരുപാട് ഇങ്ങനെയുള്ള സെന്റേഴ്സിൽ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ KR നാരായൺ സെന്റർ ഫോർ ദളിത് ആൻഡ് മൈനോറിറ്റി സ്റ്റഡീസിൽ PhD ആണ്, ദളിത് ആൻഡ് മൈനോറിറ്റി സ്റ്റഡീസിൽ PhD. അപ്പൊ നമ്മൾ മൈനോറിറ്റി സ്റ്റഡീസ് ആണെങ്കിലും എന്തെങ്കിലും നമ്മൾ സോഷ്യോളജിക്കൽ ഏരിയ ആണെങ്കിലും ഒക്കെ തന്നെയും അവിടെ PhDക്ക് ഓപ്ഷൻസ് ഉണ്ട്. സ്പാനിഷ് ആൻഡ് ലാറ്റിൻ അമേരിക്കൻ സ്റ്റഡീസ്, PhD യൂറോപ്യൻ സ്റ്റഡീസ്, ലാറ്റിൻ അമേരിക്കൻ സ്റ്റഡീസ്, അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ആയിട്ടുള്ള സ്പാനിഷ് ആൻഡ് ലാറ്റിൻ അമേരിക്കൻ സ്റ്റഡീസിന്റെ അഡ്വാൻസ് ഡിപ്ലോമ പ്രോഗ്രാംസ്, ഒരുപാട് ഇറ്റാലിയൻ, റഷ്യൻ, പോർച്ചുഗീസ്, സ്പാനിഷ്, ഇതിലൊക്കെ തന്നെയും അഡ്വാൻസ് ഡിപ്ലോമ പാർട്ട് ടൈം പ്രോഗ്രാംസ് ഉണ്ട്. ഡിപ്ലോമ പ്രോഗ്രാംസ് അതുപോലെ തന്നെ റഷ്യൻ, ഇറ്റാലിയൻ, പോർച്ചുഗീസ്, സ്പാനിഷ് എന്നീ ഏരിയയിലാണ് ഉള്ളത്. ഞാൻ വൈഡ് ആയിട്ട് അങ്ങ് എടുത്താണ്. ഇനി നിങ്ങൾക്ക് വെബ്സൈറ്റ് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസിലേക്ക് കാണാം. സെന്റർ ഫോർ ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സയൻസസ് ഉണ്ട്. ഇതും നല്ല ഒരു ജോലി സാധ്യതയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ്. ഫിസിയോതെറാപ്പി നമുക്ക് എല്ലായിടത്തും ഉണ്ട്, നമുക്കറിയാം. എന്നിരുന്നാലും ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പിയിലെ പ്ലേസ്മെന്റിന് ഒരുപാട് സാധ്യതകളുണ്ട്. പിന്നെ നല്ല എക്യുപ്മെന്റുകൾ ഒരുപാടുണ്ട്. ഒരുപാടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത് കിട്ടുന്ന ഒരു എക്സ്പോഷർ നല്ല രീതിയിലായിരിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇതിൽ സ്പെഷ്യലൈസ് ഓർത്തോപെഡിക്സ്, കാർഡിയോ പൾമണറി, ന്യൂറോളജി, സ്പോർട്സ്, ഈ ഏരിയയിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഉണ്ട്. ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റഡീസ് ആൻഡ് പോളിസി റിസർച്ചിൽ PhD ആണുള്ളത്. നാനോ സയൻസ് ആൻഡ് ടെക്നോളജി, ദെൻ സെന്റർ ഫോർ കൾച്ചർ, മീഡിയ ആൻഡ് ഗവേണൻസ്, അതിൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാമാണ്. മീഡിയ ഗവേണൻസ്, ഇന്ത്യ അറബ് സെന്റർ ഫോർ കൾച്ചർ, മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ്. അറബ് ആൻഡ് ഇസ്ലാമിക് കൾച്ചർ എന്ന് പറയുന്ന ഇന്റർനാഷണൽ സ്റ്റഡീസ് പ്രോഗ്രാം ഉണ്ട്. സെന്റർ ഫോർ ഇന്റർഡിസിപ്ലിനറി റിസർച്ച് ഇൻ ബേസിക് സയൻസസ്, MSc ബയോഫിസിക്സ് ഞാൻ നേരത്തെ പറഞ്ഞു. അത് വരുന്നത് ശരിക്കും സെന്റർ ഫോർ ഇന്റർഡിസിപ്ലിനറി റിസർച്ച് ഇൻ ബയോ സയൻസിനകത്താണ് വരുന്നത്. വിമൻ സ്റ്റഡീസിൽ സ്പെഷ്യലൈസ് ചെയ്ത MA ജെൻഡർ സ്റ്റഡീസ്, PhD പ്രോഗ്രാംസ് ഒക്കെ ഉള്ള സരോജിനി നായിഡു സെന്റർ ഫോർ വിമൻ സ്റ്റഡീസ് ഉണ്ട്. ഏർലി ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റ് സെന്റർ, ഇതിപ്പോ മാറ്റി. ഇതിപ്പോ ഞാൻ നേരത്തെ ചെയ്തൊരു PPD ഉണ്ട്, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറി. MA ഏർലി ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റ് ആണ് ഇപ്പൊ എഡ്യൂക്കേഷൻ ഫാക്കൽറ്റിയിലേക്ക് മാറിയത്. ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് സെന്റർ ഫോർ ഇന്നോവേഷൻ ഓണ്ടർപ്രണർഷിപ്പ് എന്നുണ്ട്. ഇവിടെയും PG ഡിപ്ലോമ പ്രോഗ്രാംസ് ആണ്. അപ്പം ദെൻ മൾട്ടി ഡിസിപ്ലിൻ സെന്റർ ഫോർ അഡ്വാൻസ് റിസർച്ച് ആൻഡ് സ്റ്റഡീസ്, ഇത് ഇപ്പം റീസെന്റ് കഴിഞ്ഞ വർഷം തുടങ്ങിയ പ്രോഗ്രാമാണ്. MSc വൈറോളജി, ഒരുപാട് ഇപ്പം നമ്മൾ ഈ COVID-19 ശേഷം വന്നിരിക്കുന്ന ഒരു പുതിയ പ്രോഗ്രാമാണ് MSc വൈറോളജി പ്രോഗ്രാം. ഒരുപാട് റിസർച്ച് പോസിബിലിറ്റി, പുറത്തുള്ള ഇന്റേൺഷിപ്പിനൊക്കെ ഒരുപാട് പോസിബിലിറ്റി കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ് MSc വൈറോളജി. മാസ്റ്റേഴ്സ് ബാച്ചിലേഴ്സ് കെമിസ്ട്രിയിലും മൈക്രോബയോളജിയിലൊക്കെ ചെയ്ത ആളുകൾക്ക് വരാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് MSc വൈറോളജി. ഇനി ജാമ്യയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരുപാട് മെറിറ്റ് സ്കോളർഷിപ്പുകൾ ജാമ്യയിലുണ്ട്. നമ്മൾ ചിലപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ എൻട്രൻസിന് ജസ്റ്റ് ബെറ്റർ മാർക്ക് കിട്ടിയ, ബെറ്റർ റാങ്ക് കിട്ടിയ ആളുകൾക്കുണ്ട്. ഓരോ സെമസ്റ്ററിൽ നല്ല പൊസിഷൻ കിട്ടുന്ന ആളുകൾക്ക് ജാമ്യ ടീച്ചേഴ്സ് അസോസിയേഷൻ സ്കോളർഷിപ്പ്, അതിപ്പോ ഈ വർഷം അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല, ഒരു ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ട് ടീച്ചേഴ്സ് അസോസിയേഷൻ വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട്. പക്ഷെ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ഫെലോ സ്കോളർഷിപ്പ് ഉണ്ട്. ഒരുപാട് സ്കോളർഷിപ്പുകൾക്ക് സാധ്യതയുണ്ട്. പിന്നെ ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നോക്കുമ്പോൾ ചില ഡിപ്പാർട്ട്മെന്റുകളിലും ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് ഒരുപാടുണ്ട്. അതുപോലെ തന്നെ സയൻസിലൊക്കെ തന്നെയും നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ സയൻസിലെ ഒരുപാട് ടീച്ചേഴ്സിനൊക്കെ ഇന്റർനാഷണൽ ഫണ്ടുകളുണ്ട്. അപ്പൊ അവരുടെ ലാബുകളിൽ തന്നെ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കും. നമ്മൾ നല്ല റിഗ്രസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് ലാബിലൊക്കെ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ PhDയിലേക്കും പുറത്തുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാമിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. പിന്നെ നമ്മൾ ഒരു ലീഡിംഗ് യൂണിവേഴ്സിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ പല ഇതെല്ലാം അതിന്റെ സ്കോളർഷിപ്പ് പ്രോഗ്രാംസിനെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു ഐഡിയ തന്നാണ്. പല ഡിപ്പാർട്ട്മെന്റുകളിലുള്ള സ്കോളർഷിപ്പുകളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു.
നമ്മൾ ലീഡിങ് യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി പഠിച്ചു എന്നുള്ളതിനപ്പുറം ആ പഠിത്തം നമ്മൾ എങ്ങനെ ഏത് രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തു എന്നുള്ളതാണ് നമ്മുടെ മെയിൻ കൺസേൺ. അപ്പൊ ആ രീതിയിൽ ഒരു ബെറ്റർ പ്ലാനിങ്ങോടെ ആയിരിക്കണം നമ്മൾ വരുന്നത്. നമ്മൾ ഏതൊരു മേഖലയിലേക്കും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഡിഗ്രി എടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരു സംഭവം ആകാൻ പോകുന്നില്ല. നമ്മുടെ ഒരു പ്രിപ്പറേഷൻ ആണ് പലപ്പോഴും വരുന്നത്. പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കും? ടു വാട്ട് എക്സ്റ്റെന്റ് ഐ ആം എ ഗുഡ് സ്റ്റുഡന്റ്, ടു വാട്ട് എക്സ്റ്റെന്റ് ഐ ആം ലീഡിങ് ടു സം, നമ്മളൊരു PhD യിലേക്ക് പോകുമ്പോഴേ അതിന്റെ റിക്വയർമെന്റ്സ് എന്താണ്. അപ്പൊ അതിനെ, അതായത് ഒരു ഫ്യൂച്ചറിനെ മുന്നിൽ കാണാനുള്ള ഒരു വ്യക്തിയാക്കാനുള്ള പ്രാപ്തനാക്കുന്ന തരത്തിലുള്ള ഒരുപാട് എക്സ്പോഷർ നമുക്ക് ജാമ്യ പോലുള്ള സ്ഥാപനങ്ങൾ കിട്ടും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാല് പിന്നെ നമുക്ക് ഇനി മുന്നോട്ട് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഇവിടെ ഡിഗ്രിക്ക് വരുന്ന ഒരു കുട്ടി ആദ്യം തന്നെ ഈ കുട്ടി പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ഈ കുട്ടിയുടെ ഒരു സൈഡായിട്ട് നമ്മൾ നാട്ടിൽ കാണാത്ത ഒരു സാധനമാണത്. ഇവിടെ വരുന്ന പ്രത്യേകിച്ചും ബീഹാറിലെ UP-യിലെ കുട്ടികൾ നമ്മൾ നോക്കുമ്പോൾ their major plan is to prepare, how to prepare for the next program. അടുത്ത പ്രോഗ്രാമിന് എങ്ങനെ പോകും, അടുത്ത ജോലി എങ്ങനെ കിട്ടും, ഇതാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ നാട്ടില് പലപ്പോഴും മലയാളികൾക്ക് ഇല്ലാത്ത ഒരു സംഭവമാണത്. പഠിക്കുന്നതിന്റെ കൂടെ തന്നെ അവര് 2 വർഷം കഴിഞ്ഞുള്ള കാര്യങ്ങളെ കുറിച്ച് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇന്റലക്ച്വലി ചിലപ്പോൾ അത്ര അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ പോലും ഇവരുടെ ചിന്തകൾ അങ്ങനെയായിരിക്കും. ഇപ്പൊ എന്റെയൊക്കെ സ്റ്റുഡൻസ് ഉണ്ട്, അവർ കൃത്യമായി ക്ലാസ്സിൽ വരില്ല. അപ്പൊ ഇവരോട് ചോദിക്കുമ്പോൾ അവർ പറയായിരിക്കും ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഐ ആം പ്രിപ്പയറിംഗ് ഫോർ ടെസ്റ്റ്, ബീഹാർ, UP, ഹരിയാനയിലൊക്കെ ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യാണ്. അപ്പൊ അവരുടെ കൺസേൺ അതാണ്. ദിസ് ഇസ് എ സൈഡ്, അതായത് അത് നമ്മൾ ഇതിനു വേണ്ടി ബേസിക് കാര്യങ്ങൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ അഡ്വാൻസ് ആയിട്ട് അവർ ചെയ്യുന്നത് അവരുടെ ജോബ് ഓറിയന്റഡ് പ്രിപ്പറേഷൻസ് ആയിരിക്കും. നിങ്ങൾക്ക് അറിയാം, സിവിൽ സർവീസ് പ്രിപ്പറേഷനിൽ ഡൽഹിയെ പോലുള്ള, ഡൽഹി ഒരു ഹബ്ബാണ് നമുക്കറിയാം. അപ്പൊ സിവിൽ സർവീസ് താല്പര്യങ്ങളുള്ളവർക്കൊക്കെ തന്നെയും ഓരോ പ്രോഗ്രാമിൽ കുറച്ചും കൂടെ റിലേറ്റീവ്ലി ലൈറ്റ് ആയിട്ടുള്ള പ്രോഗ്രാം ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്തിട്ട് ഈവനിങ്ങുകളിലൊക്കെ തന്നെയും കോച്ചിങ്ങിനും ഒക്കെ നമുക്ക് പോകാൻ പറ്റും. ജാമ്യയുടെ റെസിഡൻഷ്യൽ കോച്ചിങ് അക്കാഡമിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഞാനിവിടെ സ്പെഷ്യലായിട്ട് എഴുതിയിട്ടില്ല. റെസിഡൻഷ്യൽ കോച്ചിങ് അക്കാഡമിയിൽ ഒരുപാട് ബെറ്റർ റിസൾട്ട് കിട്ടുന്നുണ്ട്. അതിന്റെ ഒരു കൺസേൺ എന്ന് പറയുമ്പോൾ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന്റെ ബേസ് ചെയ്തുകൊണ്ടാണ് സെലക്ഷൻ. അതിനകത്ത് ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ആളുകളാണ് വരുന്നത്. അവർക്ക് തന്നെ നല്ലൊരു സിവിൽ സർവീസിന്റെ ഒരു അലൂമിനൈ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ആ രീതിയിലേക്ക് ഉള്ള ആളുകൾ, പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ് അവിടെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാ വർഷവും നല്ല റിസൾട്ടാണ് ജാമ്യ സിവിൽ സർവീസ് അക്കാഡമി, റെസിഡൻഷ്യൽ കോച്ചിങ് അക്കാഡമി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഫുഡും അക്കോമഡേഷനും എല്ലാം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ്. നല്ല പ്രിപ്പറേഷൻ ആണ് കൊടുക്കുന്നത്. അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് മുന്നോട്ട്. എന്റെ ടൈം കഴിയാറായോ? സോറി, കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? ടൈം കഴിഞ്ഞിട്ടുണ്ട്. I was about to say അടുത്ത ആള് that വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ? അടുത്ത ആള് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? no sir, this is the last session. Last one. Okay. So ഞാൻ കൺക്ലൂഡ് ചെയ്യാം within 2-3 minutes. Okay. Can I take 2-3 minutes more? Okay. അപ്പോ ഈ ഒരു കോച്ചിങ് അക്കാഡമി, എന്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത് നമ്മളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് വരിക എന്നുള്ളതിനപ്പുറം, ടൈറ്റിൽ ഇറ്റ് സെൽഫ് ഈസ് ഗുഡ്, ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് വരിക എന്നതിനപ്പുറം അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഹോംവർക്കോടെ ആയിരിക്കണം നമുക്ക് വരേണ്ടത്. ഏത് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ പോലും അങ്ങനെയായിരിക്കും. ജാമ്യ പോലുള്ള സ്ഥലത്ത് നമ്മൾ വരുമ്പോഴേ എങ്ങനെ ഡൽഹി എന്ന് പറയുന്ന ഒരു നോളജ് ഹബിനെ, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റികളൊക്കെ തന്നെയും അടുത്തടുത്ത് നിൽക്കുന്ന ഒരു ഹബിനെ ഹൗ ക്യാൻ ഐ യൂട്ടിലൈസ് ഇറ്റ് പ്രോപ്പർലി, ഇവിടെയുള്ള റിസോഴ്സിനെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, എന്റെ അടുത്തൊരു പ്രിപ്പറേഷൻ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും, PhD ആണോ, അതല്ലെങ്കിൽ സിവിൽ സർവീസ് ആണോ, വേറെ ഏതെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണോ, ഇന്റർനാഷണൽ പ്രോഗ്രാംസിനാണോ ഞാൻ നോക്കുന്നത്. അപ്പൊ ഒരുപാട് ഇന്റേൺഷിപ്പ്, എല്ലാ സമ്മറും വിന്ററും നമ്മൾ ഇന്റേൺഷിപ്പ് കൊണ്ട് നിറക്കുന്ന രീതിയിലായിരിക്കണം നമുക്ക്. എവറി സമ്മർ ആൻഡ് വിന്റർ വി വിൽ ഹാവ് ഇന്റേൺഷിപ്പ്. IITs, IIMs, IISc, അതുപോലെ തന്നെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, ഒരുപാട് നമ്മളെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആണെങ്കിലും ഹിസ്റ്റോറിക്കൽ കൗൺസിൽ ആണെങ്കിലും ഒക്കെ തന്നെയും ഒരുപാട് സമ്മർ ഇന്റേൺഷിപ്പുകളും വിന്റർ ഇന്റേൺഷിപ്പുകളും കൊടുക്കും. ഇതിന് അഡ്വാൻസ് ആയിട്ട് 2-3 മാസം മുന്നെയാണ് ഇവര് സാധാരണ നോട്ടിഫിക്കേഷൻ വരാറ്. അപ്പൊ അത് നോക്കുക. ഒരുപാട് പുറത്തേക്കുള്ള ഇന്റേൺഷിപ്പുകളും സമ്മർ സ്കൂളുകളും വിന്റർ സ്കൂളുകളും യൂത്ത് പാർലമെന്റുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ ഇതൊക്കെ നോക്കുക, അതിലേക്ക് അപ്ലൈ ചെയ്യുക. അതോടുകൂടെ തന്നെ നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു ലൈഫ് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള അക്കാഡമിക്സ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതുപോലെ തന്നെ ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ലാംഗ്വേജ് ഡെവലപ്മെന്റ് നമുക്ക് ഒരു PGക്കും ഡിഗ്രിക്കൊക്കെ വരുന്ന ആളുകൾക്ക് നിർബന്ധമായിട്ട് വേണ്ട കാര്യമാണ്. അപ്പൊ അതിനുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള അറ്റംപ്റ്റ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കണം. മൾട്ടിപ്പിൾ ലാംഗ്വേജസ് പഠിക്കാനും നല്ല ലാംഗ്വേജിൽ നല്ല പ്രൊഫിഷ്യന്റ് ആവാനും ഉള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കണം. അതൊക്കെ നമ്മുടെ ഒരു പോയിന്റഡ് സാധനങ്ങളായിരിക്കണം, പിൻ പോയിന്റ് ചെയ്ത് വെക്കേണ്ട സാധനങ്ങളെന്നില്ല. സ്കോളർഷിപ്പുകൾ, മാക്സിമം സ്കോളർഷിപ്പുകൾ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കും. നമ്മൾ സ്കോളർഷിപ്പുകളെ കുറിച്ച് പല സ്റ്റഡികളും നോക്കുമ്പോൾ ഇത് കിട്ടുന്ന ആളുകൾ പലപ്പോഴും വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ആളുകളല്ല, കോൺസ്റ്റന്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നവർക്കാണ് കിട്ടുന്നതെന്നാണ് സ്റ്റഡികൾ പറയുന്നത്. അപ്പോ ഞാനൊരു സ്റ്റാർ ആണ്, വൺ ഓഫ് ദ ബെസ്റ്റ്, ഞാൻ ഗോൾഡ് മെഡലിസ്റ്റ് ആണെന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് സ്കോളർഷിപ്പ് കിട്ടണമെന്നില്ല. നമ്മൾ കിട്ടുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നവർക്കാണ്. അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ആണെങ്കിലും PG ഒക്കെ വരുന്നവര് ഫസ്റ്റ് തവണ തന്നെ
നെറ്റ്, JRF പോലെയുള്ള സാധനങ്ങൾ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമല്ല നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതിന് കൂടെ തന്നെയാണ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇതുപോലെ സമ്മർ ഇന്റേൺസുകളും വിന്റർ പ്രോഗ്രാമുകളും പാർട്ട് ടൈം എന്തെങ്കിലും പോസിബിലിറ്റി ഒക്കെ നമുക്ക് ചെയ്യാനുണ്ട്. ഓൺലൈൻ പ്രോഗ്രാംസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതെല്ലാം തന്നെ ഫ്രീ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ വരും. അതുപോലെ തന്നെ കോൺഫറൻസുകൾ, ഒരുപാട് കോൺഫറൻസ് അക്കാഡമിക് പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും ജാമ്യ പോലുള്ള സ്ഥാപനങ്ങളിൽ. അപ്പൊ അതൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക, അതിലൊക്കെ പങ്കെടുക്കുക, ശ്രമിക്കുക. എങ്ങനെയാണ് അതിന്റെ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കുക, അതിനുള്ള നെറ്റ്വർക്കുകൾ ഉണ്ടാക്കുക. നിങ്ങൾ പരസ്പരം നമ്മൾ ഡൽഹി വരുന്ന കുറെ ട്രിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കുറെ എൻജോയ് ചെയ്യുക, ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതിന്റെ അപ്പുറം അതൊക്കെ വേണം നമുക്ക്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഒരു കരിയറിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആസ് എ പ്രൊഫഷണൽ, ആസ് എ ഒരു അക്കാഡമിക് ഫിഗർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ എന്തൊക്കെ സ്കില്ലുകൾ എനിക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ഒരു ഫോർ എക്സാമ്പിൾ ഒരു കൊമേഴ്സിലേക്ക് വരുന്ന ആളാണെങ്കിൽ ഇയാൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ കൊമേഴ്സ് ഞാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, മാസ്റ്റർ ഓഫ് കൊമേഴ്സ് കഴിഞ്ഞു, MCOM കഴിഞ്ഞാൽ വാട്ട് ആർ മൈ പ്രോസ്പെക്ട്സ്, ആ പ്രോസ്പെക്ട്സിലെ ജോബിനെ കുറിച്ചുള്ള പ്രൊഫൈൽ ഞാൻ ഇന്നെന്റെ കയ്യിൽ വേണം. ഇപ്പം നല്ല ലീഡിംഗ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ ഏത് പ്രൊഫൈൽ എനിക്ക് പോകാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നു, ഖത്തർ ഫൗണ്ടേഷനിൽ ഒരു അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അനലിസ്റ്റ് പൊസിഷൻ ഉണ്ട്. അപ്പൊ അതെന്താണെന്ന് ഇന്ന് ഞാൻ പഠിക്കുന്നു. ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് ദിവസം നമ്മൾ കൊമേഴ്സിൽ വരുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ലീഡിംഗ് കമ്പനികളുടെ പ്രൊഫൈൽ ഓഫ് ജോബ് നമ്മൾ പഠിക്കുന്നു. എന്നിട്ട് അതിനുള്ള പ്രിപ്പറേഷൻ ഞാൻ ഇന്ന് തുടങ്ങണം. അതാണ് അങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കണം. അപ്പോഴാണ് നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ലീഡിംഗ് സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ചുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും. നല്ല രീതിയിൽ ഒരു ബെറ്റർ പ്ലാനിങ് ഇല്ലാതെ നമ്മൾ യൂണിവേഴ്സിറ്റി സെലക്ഷൻ മാത്രം ആയി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ജാമ്യ പോലുള്ള നല്ല സ്ഥാപനങ്ങളിലൊക്കെ സെലക്ട് ചെയ്യുക. ജാമ്യ, വെൽക്കം ടു ജാമ്യ. എല്ലാവരും അപ്ലൈ ചെയ്യുക, താല്പര്യമുള്ളവരൊക്കെ അപ്ലൈ ചെയ്യുക. ഇതുപോലെയുള്ള ഓറിയന്റേഷൻസ് നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതാണ് നമ്മളെ ഇങ്ങനെ ലീഡിംഗ് സ്ഥാപനങ്ങളിലേക്ക് വരുന്ന കുട്ടികളെ ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് എന്നുള്ള ആ ഒരു ഓർമ്മ ഉണ്ടാവണം. ഒരു സ്ഥാപനത്തിൽ ചേർന്നുകൊണ്ട് നമ്മൾ ടോപ്പർ ആവുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പ്രൊഫഷണൽ ആവുന്നില്ല. അവിടെ വരുന്ന എക്സസൈസുകൾ നമ്മൾ ആകുമ്പോഴാണ് ശരിക്കും നമ്മൾ ഒരു സ്റ്റാർ ആയി മാറുന്നത്. ആ രീതിയിലുള്ള ഒരു ഹൈറ്റ് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. Thank you, sir. Thank you for this insightful session about Jamia. I hope everybody got a clear-cut view on this Jamia. So I think ചില ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ബട്ട് ടൈം ഭയങ്കര ഷോർട്ടാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ നമ്മൾ ലേറ്റർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ സ്റ്റുഡൻസ്, സോ ആർക്കും അതിലൊരു വിരോധമില്ല എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് നോട്ട് ചെയ്യാം, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പ്സിൽ, നമുക്കറിയാം ആ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്താൽ ബന്ധപ്പെട്ടവർ നിങ്ങൾക്ക് എന്തെങ്കിലും റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്നും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കോൺക്ലേവ് 3 ഡേയ്സിലായിട്ടാണ് നടക്കുന്നത്. ഇന്നാണ് ഫസ്റ്റ് ഡേ. നാളെ സെക്കൻഡ് ഡേയിൽ നമുക്ക് വരുന്ന സെഷൻ എന്ന് പറയുന്നത് മീറ്റ് ദ സ്കോളർ ആണ്. സെയിം ടൈമിൽ തന്നെ ആയിരിക്കും. അപ്പൊ അത് അറ്റൻഡ് ചെയ്യാനും, അതുപോലെ തന്നെ ഡേ 3 അതായത് December 22 നമുക്ക് വരുന്നത് വൺസ് ഡ്രീംസ് നൗ അച്ചീവേഴ്സ്. ലൈക്ക് ഈ ഒരു സെഷനാണ് ലാസ്റ്റ് സെഷൻ ആയിട്ട് വരുന്നത്. ഈ ലാസ്റ്റ് സെഷനിലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ നടക്കുക. അപ്പൊ എല്ലാവരും ത്രൂ ഔട്ട് ഈ ഒരു കോൺക്ലേവിന്റെ ഭാഗമാവാൻ നോക്കുക. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇൻസൈറ്റ് ഏറെക്കുറെ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. മോറോവർ ഫർദർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നതിനും കൂടുതലായിട്ട് നിങ്ങൾ ഇതിൽ ഇൻവോൾവ് ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, സോ താങ്ക് യു എവ്രി വൺ ഫോർ ജോയിനിങ് ദിസ് മീറ്റിംഗ്. ആക്ച്വലി നമ്മൾ 8 to 9 ആയിരുന്നു നമ്മുടെ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഫിനിഷ്ഡ്. So thank you everyone for joining. I think Shuhaib, is there anything add to? No? Yes, I am here. I think we can conclude the session. Thank you, Samir sir. Thank you, Hamid sir and Zubair sir. And thank you all of you for joining this wonderful session. So tomorrow and day after tomorrow, we will have multiple sessions. Do attend that session also. So see you there. Okay guys, so we are here in this Central University Enclave program. So once again, thank you everyone for joining. So official ആയിട്ട് ഈ ഒരു സെഷൻ ഇവിടെ അവസാനിച്ചതായിട്ട് അറിയിക്കുകയാണ്. So let's see tomorrow and the day after tomorrow. Thank you all.